BTV, being with you, the community channel. BTV സയൻസിലേക്ക് സ്വാഗതം. അപ്പോളോ ദൗത്യങ്ങൾ വഴി മനുഷ്യൻ നടത്തിയ വിവിധ ചാന്ദ്രയാത്രകളെക്കുറിച്ചും ഇന്ത്യയുടെ അഭിമാന ചാന്ദ്ര ദൗത്യമായ ചാന്ദ്രയാനെക്കുറിച്ചും ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ചാന്ദ്ര പര്യവേക്ഷണ പരിപാടികളുടെ തുടക്കം എന്ന് പറയുന്നത് 1609 ഗലീലിയോ ഗലീലി തൻ്റെ ടെലസ്കോപ്പ് ആകാശത്തേക്ക് തിരിച്ചു വെച്ചതോടെയാണ്. അതുവരെ ചന്ദ്രനെക്കുറിച്ച് മനുഷ്യന് കാര്യമായ ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. തന്നെയുമല്ല, അരിസ്റ്റോട്ടിലിനെ പോലുള്ള ചിന്തകന്മാർ പറഞ്ഞ രീതിയിൽ ആകാശഗോളങ്ങളെല്ലാം വളരെ മിനുമിനുത്ത ഗോളങ്ങളാണ്, സ്ഫടിക ഗോളങ്ങളാണ് എന്ന കാഴ്ചപ്പാടാണ് ചന്ദ്രനെക്കുറിച്ച് അന്നത്തെ സമൂഹത്തിന് ഉണ്ടായിരുന്നത്. എന്നാൽ 1609 ഗലീലിയോ തൻ്റെ ടെലസ്കോപ്പ് ആകാശത്തേക്ക് തിരിച്ചു വെച്ചതോടെ ചന്ദ്രനെക്കുറിച്ച് അതുവരെ ഇല്ലാത്ത ഒരുപാട് പുതിയ അറിവുകൾ ലഭ്യമായി. ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഭൂമിയെപ്പോലെ ഒരുപാട് ഗർത്തങ്ങളും മഹാപർവ്വതങ്ങളുമുണ്ടെന്ന് അദ്ദേഹം നിരീക്ഷണത്തിലൂടെ തിരിച്ചറിഞ്ഞു. തൻ്റെ ടെലസ്കോപ്പിലൂടെ ചന്ദ്രനെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് ചന്ദ്രൻ ഭൂമിയെപ്പോലെ തന്നെ കുന്നുകളും കുഴികളും എല്ലാമുള്ള പർവ്വതങ്ങളും ഒക്കെയുള്ള ഒരു ഗോളമാണെന്ന് അദ്ദേഹം ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ഇതാണ് ചാന്ദ്രപര്യവേക്ഷണ ചരിത്രത്തിലെ ആദ്യത്തെ ഘട്ടമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന സംഭവം. അതിനു മുമ്പ് ചന്ദ്രനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരറിവും മനുഷ്യനുണ്ടായിരുന്നില്ല. ഭൂമിയുടെ ഉപഗ്രഹമാണെന്നറിയാം, ഭൂമിയെ ചുറ്റുന്നു എന്നറിയാം, വേലിയിറക്കങ്ങൾക്ക് ഇടയാക്കുന്നു എന്നറിയാം. അതിനപ്പുറം ചന്ദ്രൻ്റെ ഉപരിതലത്തെക്കുറിച്ച് ഒരു വിവരവും അതിനു മുമ്പുണ്ടായിരുന്നില്ല. അതാദ്യമായി ലഭ്യമാകുന്നത് ഗലീലിയോയുടെ ടെലസ്കോപ്പ് ഉപയോഗിച്ചുള്ള നിരീക്ഷണത്തിലൂടെയാണ്. മനുഷ്യൻ്റെ ബഹിരാകാശ പര്യവേക്ഷണ ചരിത്രം ചാന്ദ്രപര്യവേക്ഷണ ചരിത്രത്തിൻ്റെ കൂടെ നിൽക്കുന്നു. ചാന്ദ്രപര്യവേക്ഷണത്തിലേക്ക് മനുഷ്യനെ നയിച്ച സംഭവങ്ങളിൽ ആദ്യത്തെ സംഭവമായി നമുക്ക് ബഹിരാകാശ യുഗപ്പിറവിയുടെ നാന്ദി കുറിച്ച സംഭവമായി വിശേഷിക്കപ്പെടുന്ന സ്പുട്നിക് 1 എന്ന ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹത്തിൻ്റെ വിക്ഷേപണത്തെ വിശേഷിപ്പിക്കാം. 1957 ഒക്ടോബർ 4 സ്പുട്നിക് 1 വിക്ഷേപിക്കപ്പെടുന്നത്. സോവിയറ്റ് യൂണിയനായിരുന്നു ഈ ദൗത്യത്തിന് പിന്നിൽ. മനുഷ്യനിർമ്മിതമായൊരു വസ്തു ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്ത് ബഹിരാകാശത്തിലൂടെ ഭൂമിയെ ചുറ്റിയ ആദ്യത്തെ സംഭവം എന്ന നിലക്കാണ് ഇതിനെ ബഹിരാകാശ പര്യവേക്ഷണ ചരിത്രത്തിൻ്റെ ആദ്യത്തെ നാഴികക്കല്ലായി വിശേഷിപ്പിക്കാൻ കാരണം. ഇന്ന് ബഹിരാകാശത്തിലൂടെ ഭൂമിയെ ചുറ്റുന്ന വിവിധ ഉപഗ്രഹങ്ങൾ നമുക്ക് നൽകുന്ന സേവനങ്ങളും അവയുടെ വലുപ്പവും സംവിധാനവും എല്ലാം വെച്ച് നോക്കുമ്പോൾ സ്പുട്നിക് 1 വെറും ഒരു കളിക്കോപ്പ് പോലെ മാത്രമേ ഉള്ളൂ. വെറും 83.6 കിലോഗ്രാം മാത്രമായിരുന്നു അതിൻ്റെ ഭാരം. 58 സെൻറ്റിമീറ്റർ മാത്രമായിരുന്നു ഏതാണ്ട് ഗോളാകൃതിയുള്ള അതിൻ്റെ വ്യാസം. കേവലം 96 ദിവസം മാത്രമാണ് അത് ഭൂമിയെ ചുറ്റിയത്. പിന്നീട് ഒരു ഉൽക്കയെപ്പോലെ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുകയും അന്തരീക്ഷവുമായി കൂട്ടിയുരഞ്ഞ് കത്തിത്തീരുകയും ചെയ്തു. ഇതിനകത്തുണ്ടായിരുന്ന 2 റേഡിയോ ട്രാൻസ്പോണ്ടറുകൾ നിരന്തരമായി ബീപ്പ് ബീപ്പ് എന്ന ഒരു ശബ്ദം പുറപ്പെടുവിച്ചു കൊണ്ടിരുന്നു. ആ ശബ്ദം സോവിയറ്റ് യൂണിയൻ്റെ റേഡിയോ നിരന്തരമായി പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരുന്നു. ഇങ്ങനെ ഭൂമിയിൽ നിന്നും ബഹിരാകാശ വാഹനത്തിൽ നിന്ന് അയക്കുന്ന സന്ദേശങ്ങൾ സ്വീകരിക്കാൻ കഴിയുമെന്ന് സ്പുട്നിക് 1 തെളിയിച്ചു. അതോടൊപ്പം മനുഷ്യനിർമ്മിതമായൊരു വാഹനത്തെ ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്ത് ചലിപ്പിക്കാൻ കഴിയുമെന്നും അതിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കാൻ കഴിയുമെന്നും സ്പുട്നിക് 1 തെളിയിച്ചു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നേട്ടം. ഇനി ബഹിരാകാശ പര്യവേക്ഷണ ചരിത്രത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടമായിട്ട് എന്താണ് ഉണ്ടായത് എന്ന് നോക്കാം. മനുഷ്യന് ബഹിരാകാശം കടക്കണം, ചന്ദ്രനിൽ പോകണം. പക്ഷേ ഈ യാത്രകളൊന്നും ആദ്യമേ ചെയ്യുന്നത് ബുദ്ധിപൂർവകമല്ല. കാരണം ബഹിരാകാശത്തെ അവസ്ഥ നമുക്ക് നേരിട്ട് അതിനു മുമ്പ് അറിവായിട്ടില്ല. എന്നാൽ നിരീക്ഷണങ്ങളിലൂടെ ബഹിരാകാശത്ത് ഭാരമില്ലായ്മ അനുഭവപ്പെടുമെന്നും
വായുവില്ലെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ അവസ്ഥയിൽ, ഭാരമില്ലാത്ത അവസ്ഥയിൽ ജീവജാലങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയുമോ? ഇത് തിരിച്ചറിഞ്ഞാൽ മനുഷ്യൻ അങ്ങോട്ട് പോകാൻ സാധിക്കും. നമുക്കറിയാം, ഏതൊരു പരീക്ഷണവും ഇന്ന് മനുഷ്യൻ നടത്തുന്നത് മൃഗങ്ങളിലാണ്. ഏതെങ്കിലും പുതിയൊരു മരുന്ന് കണ്ടുപിടിച്ചാൽ അത് ആദ്യം പരീക്ഷിക്കുന്നത് മൃഗങ്ങളിലാണ്. ഇതുപോലെ ബഹിരാകാശം ജീവന് നിലനിൽക്കാൻ സാധിക്കുന്നതാണോ എന്ന് പരീക്ഷിക്കാനും ആദ്യമായിട്ട് തിരഞ്ഞെടുത്തത് മൃഗങ്ങളെ തന്നെ. സോവിയറ്റ് യൂണിയൻ നായകളെയാണ് ഈ പരീക്ഷണങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയത്. അമേരിക്കയാവട്ടെ പട്ടികളെയും. സോവിയറ്റ് യൂണിയൻ ഇത്തരത്തിൽ ആദ്യമായി ബഹിരാകാശത്തയച്ച ജീവിയായിരുന്നു ലൈക്ക. 1957 സ്പുട്നിക് 2 എന്ന പേടകത്തിലാണ് ലൈക്ക ബഹിരാകാശത്തെത്തിയത്. ലൈക്ക ബഹിരാകാശത്ത് പോയി തിരിച്ചു വന്നാൽ അത് ബഹിരാകാശത്തെ വിശേഷങ്ങൾ നമുക്ക് പറഞ്ഞു തരില്ലെന്ന് നമുക്കറിയാം. അതിനോട് ചോദിച്ചറിഞ്ഞുകൊണ്ട് അവിടുത്തെ അവസ്ഥ മനസ്സിലാക്കുക സാധ്യമല്ല. അതുകൊണ്ട് ജീവൻ്റെ നിലനിൽപ്പിന് അവിടെ പ്രയാസങ്ങൾ ഉണ്ടാകുമോ എന്നറിയാനായി ലൈക്കയെ ബഹിരാകാശത്തയക്കുമ്പോൾ അതിൻ്റെ ശരീരത്തിൽ ഒരുപാട് സെൻസറുകൾ ഘടിപ്പിച്ചിരുന്നു. അതിൻ്റെ ഹൃദയമിടിപ്പ്, രക്തസമ്മർദ്ദം, ശ്വസന നിരക്ക്, ശരീരോഷ്മാവ് മുതലായവ അളന്ന് അതിൻ്റെ റിസൾട്ടുകൾ അപ്പോൾ ഭൂമിയിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സെൻസറുകൾ. പുറമെ ലൈക്കയുടെ ചലനങ്ങൾ, ബഹിരാകാശ വാഹനത്തിനകത്തുള്ള അതിൻ്റെ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ നിരീക്ഷിക്കാൻ വേണ്ട ക്യാമറയും ആ പേടകത്തിനകത്ത് കരുതിയിരുന്നു. ലൈക്ക ബഹിരാകാശത്തെത്തി. പ്രത്യേകിച്ച് പ്രയാസങ്ങളൊന്നും ഈ സെൻസറുകളോ ക്യാമറയോ കാണിച്ചില്ല. ബഹിരാകാശത്ത് ജീവികൾക്ക് ജീവിതം നിലനിർത്താൻ സാധ്യമാണെന്ന് ലൈക്ക തെളിയിച്ചു. പക്ഷേ ലൈക്ക ഭൂമിയിൽ തിരിച്ചെത്തിയില്ല. അതിന് കാരണം ഈ വാഹനത്തിനകത്ത് ചൂട് നിയന്ത്രിക്കാനുള്ള സംവിധാനം ഒരു ഘട്ടത്തിൽ പരാജയപ്പെട്ടു. അങ്ങനെ പേടകത്തിനുള്ളിലുള്ള താപനില ക്രമാതീതമായി ഉയർന്നാണ് ലൈക്ക ജീവൻ നഷ്ടപ്പെട്ടത്. ലൈക്ക ഈ രീതിയിൽ മരിച്ചു പോയിരുന്നില്ലെങ്കിൽ പോലും ഭൂമിയിലേക്ക് തിരിച്ചെത്തുമായിരുന്നില്ല. കാരണം ലൈക്കയെ വിക്ഷേപിച്ച സ്പുട്നിക് 1 ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങാൻ പാകത്തിനുള്ള ഒരു വാഹനമായിരുന്നില്ല. അവിടെ ജീവിതം സാധ്യമാണോ എന്ന് തെളിയിക്കാൻ അതിനുവേണ്ടിയുള്ള പരീക്ഷണത്തിന് വേണ്ടി ഒരു തിരിച്ചു കൊണ്ടുവരാവുന്ന വാഹനം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതൊരുപാട് സാമ്പത്തിക ചെലവുണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു വാഹനം ഡിസൈൻ ചെയ്യാതെ ആദ്യമായി അങ്ങോട്ട് മാത്രം വിടുകയും അവിടെ നിന്ന് ഉപകരണങ്ങളുടെ സഹായത്തോടെ, സെൻസറുകളുടെ സഹായത്തോടെ പ്രവർത്തനം നിരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് സോവിയറ്റ് യൂണിയൻ ഇറങ്ങിയത്. ലൈക്കയ്ക്ക് ശേഷം പിന്നെയും പല പട്ടികളെയും, ഏതാണ്ട് 10 പട്ടികളെ ബഹിരാകാശത്തേക്ക് സോവിയറ്റ് യൂണിയൻ അയച്ചു. എല്ലാം തെരുവിൽ നിന്ന് പിടിച്ചെടുത്ത പെൺപട്ടികളായിരുന്നു. എന്താണ് പട്ടികളെ തിരഞ്ഞെടുക്കാൻ കാരണം? അതുപോലെ അമേരിക്കക്കാർ കുരങ്ങുകളെ തിരഞ്ഞെടുക്കാൻ കാരണം? അതിന് പ്രത്യേക കാരണമുണ്ട്. പരിശീലിപ്പിക്കാൻ എളുപ്പമാണ്. കുരങ്ങായാലും പട്ടിയായാലും എളുപ്പം കാര്യങ്ങൾ മനസ്സിലാക്കും. അതുകൊണ്ടാണ് ഈ ജീവികളെ തിരഞ്ഞെടുത്തത്. ഇനി എന്തുകൊണ്ട് തെരുവ് പട്ടികളെ തിരഞ്ഞെടുത്തു? തെരുവ് പട്ടികൾക്ക് പ്രതികൂല സാഹചര്യങ്ങളോട് പടപൊരുതിയുള്ള കഴിവ് കൂടുതലുണ്ടാകും. അവർക്ക് വെയിലും മഴയും കൊള്ളേണ്ടി വരും. ആഹാരത്തിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരും. ഇടയ്ക്ക് ആളുകളുടെ കയ്യിൽ നിന്ന് ഏറ് കിട്ടുമ്പോൾ ഓടി ഒളിക്കേണ്ടി വരും. ഇങ്ങനെയുള്ള ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളോട് പടപൊരുതി ജീവിച്ച തെരുവ് പട്ടികൾക്ക് ബഹിരാകാശത്തെത്തുമ്പോൾ അപ്രതീക്ഷിതമായ സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനോട് മറ്റ് പട്ടികളെക്കാളും വേഗത്തിൽ ഇണങ്ങിച്ചേരാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ബഹിരാകാശത്തേക്ക് ഇങ്ങനെയുള്ള തെരുവ് പട്ടികളെ പറഞ്ഞയച്ചത്. തെരുവ് പട്ടികളെ പരിശീലനം നൽകിയാണ് പറഞ്ഞയച്ചത്. തെരുവിൽ നിന്ന് പിടികൂടിയ ശേഷം നേരിട്ട് പിറ്റേ ദിവസം അങ്ങ് കയറ്റി വിടുകയല്ല ചെയ്തിരുന്നത്. ഇനി എന്തുകൊണ്ട് പെൺപട്ടികളായി? അതിനുമൊരു കാര്യമുണ്ട്. വിക്ഷേപണ വാഹനത്തിൻ്റെ വലുപ്പവും അതിൻ്റെ ഇന്ധനത്തിൻ്റെ അളവും കുറയ്ക്കുക വളരെ പ്രധാനമാണ്. അതിന് പേടകത്തിൻ്റെ വലുപ്പം കുറക്കണം. ഈ പട്ടികളെയെല്ലാം ബഹിരാകാശത്തേക്ക് അയക്കാൻ സോവിയറ്റ് യൂണിയൻ ഉപയോഗിച്ചത് വളരെ ചെറിയ പേടകങ്ങളാണ്. ഈ പേടകങ്ങളിൽ നിവർന്നു നിൽക്കാൻ പോലും സൗകര്യമുണ്ടായിരുന്നില്ല. അത് നിങ്ങൾക്ക് ഈ ചിത്രം കണ്ടാൽ അറിയാം. നമുക്കറിയാം, ആൺപട്ടികളെ സംബന്ധിച്ചിടത്തോളം മൂത്രമൊഴിക്കണമെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ഒരു കാൽ
ഏതെങ്കിലും ഉയരമുള്ള സ്ഥാനത്തേക്ക് പൊക്കി വെക്കണം. പലപ്പോഴും ഇലക്ട്രിക് പോസ്റ്റുകളിലൊക്കെ നായ കാൽ വെച്ച് മൂത്രമൊഴിക്കുന്നത് നാം കണ്ടിട്ടുണ്ടാകും. അതിന് പോലുമുള്ള സൗകര്യമില്ലാത്തത്ര കുടുസായ അറകളായതിനാൽ അതുകൊണ്ടാണ് പെൺപട്ടികളെ ഈ യാത്രകൾക്ക് തിരഞ്ഞെടുത്തത്. സ്പുട്നിക് 2 പോയ ലൈക്ക ബഹിരാകാശത്ത് ജീവജാലങ്ങൾക്ക് നിലനിൽപ്പ് സാധ്യമാണെന്ന് തെളിയിച്ചു. അതോടൊപ്പം വിക്ഷേപണ വാഹനം ഭൂമിയിൽ നിന്ന് വിക്ഷേപിക്കുമ്പോഴുണ്ടാകുന്ന അതിശക്തമായ ത്വരണത്തെ അതിജീവിക്കാൻ ജീവജാലങ്ങൾക്ക് സാധ്യമാണെന്നും ലൈക്ക തെളിയിച്ചു. ലൈക്കയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തിയ ആദ്യ ജീവികളായിരുന്നു ബെൽക്കയും സ്ട്രെൽക്കയും. സോവിയറ്റ് യൂണിയൻ്റെ സ്പുട്നിക് 3 1960 ഇവ ബഹിരാകാശത്തെത്തിയത്. ഇവ ബഹിരാകാശത്ത് സുഖമായി കഴിയുകയും അവസാനം ഭൂമിയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. ഒരു പാരച്യൂട്ടിൻ്റെ സഹായത്തോടെ കടലിലാണ് ഇവ വന്നിറങ്ങിയത്. ഇവയിൽപ്പെട്ട ബെൽക്ക പിന്നീട് ഭൂമിയിൽ വെച്ച് ഗർഭം ധരിക്കുകയും 2 പെൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയും ചെയ്തു. ഇതിൽപ്പെട്ട ഒരു പട്ടിക്കുട്ടിയെ അന്ന് സോവിയറ്റ് യൂണിയൻ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സണ് സമ്മാനമായി നൽകി. ബഹിരാകാശത്ത് പോയി വന്ന പട്ടിയുടെ കുട്ടി എന്ന നിലക്ക് അത് അമൂല്യമായ ഒരു സമ്മാനമായിരുന്നു. ബെൽക്കയും സ്ട്രെൽക്കയും ബഹിരാകാശ യാത്ര സുരക്ഷിതമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു. അമേരിക്ക ബഹിരാകാശത്തേക്ക് അയച്ച കുരങ്ങന്മാരിൽ ഏറെ ശ്രദ്ധേയമായ ഒരാളായിരുന്നു ഹാം എന്ന ചിമ്പാൻസി. ഹാമിനെ ബഹിരാകാശത്തേക്ക് എത്തിച്ചത് 1961 റെഡ് സ്റ്റോൺ റോക്കറ്റിലാണ്. എന്തായിരുന്നു ഹാമിന് പിന്നിലുള്ള ലക്ഷ്യം? ബഹിരാകാശത്ത് ജീവിതം സാധ്യമാണെന്ന് സോവിയറ്റ് യൂണിയൻ്റെ പട്ടികൾ തെളിയിച്ചപ്പോൾ അവിടെ ഭാരമില്ലാത്ത അവസ്ഥയിൽ കഠിനമായ അധ്വാനം ചെയ്യാൻ ശരീരത്തിന് സാധിക്കുമോ? ഒഴുകി നടക്കുന്ന ഒരവസ്ഥയിൽ കൂടുതൽ അധ്വാനം വേണ്ട ജോലി ചെയ്യാൻ നമുക്ക് സാധിക്കുമോ? ഇത് കണ്ടെത്തേണ്ടിയിരുന്നു. അതിനുവേണ്ടിയാണ് ഹാം എന്ന ചിമ്പാൻസിയെ ബഹിരാകാശത്തേക്ക് അയച്ചത്. ഇതിനുവേണ്ടി ഒരു പ്രത്യേക രീതിയിൽ പരിശീലനം നൽകിയാണ് ഹാമിനെ ബഹിരാകാശത്തേക്ക് അയച്ചത്. ഭൂമിയിൽ ഹാമിനെ വളർത്തിയ പ്രത്യേക കൂട്ടിനുള്ളിൽ ഒരു മൂലയിൽ മറ്റൊരു ചെറിയ ഇരുമ്പിൻ്റെ കമ്പിക്കൂടുണ്ടായിരുന്നു. ഹാമിനെ പട്ടിണിക്കിട്ട ശേഷം അതിനു വേണ്ട ഭക്ഷണവും വെള്ളവും ആ കമ്പിക്കൂട്ടിനുള്ളിൽ ഒരുക്കി വെച്ചു. വിശന്ന് പൊരിയുന്ന ഹാം എന്ന ചിമ്പാൻസി കൂട്ടിനുള്ളിലൂടെ ഭക്ഷണവും വെള്ളവും കാണുകയാണ്. സ്വാഭാവികമായും ഉള്ളിൽ കയറാൻ വേണ്ടി അത് പല പരാക്രമങ്ങളും നടത്തും. പല ഭാഗത്തും പിടിച്ചു വലിക്കുകയും തള്ളുകയും കടിക്കുകയും വലിക്കുകയും ഒക്കെ ചെയ്തു. ഇതിനിടയിൽ ഒരു പ്രത്യേക സ്ഥലത്തുള്ള ഒരു പ്രത്യേക ലിവറിൽ പിടിച്ച് ശക്തിയായി വലിച്ചപ്പോൾ ആ കമ്പിക്കൂടിൻ്റെ വാതിൽ തുറന്നു. ഹാമിനുള്ളിൽ കയറാനും ഭക്ഷണം കഴിക്കാനും സാധിച്ചു. ഹാമിനെ പുറത്താക്കിയ ശേഷം അടുത്ത നേരം വീണ്ടും അതിനു വേണ്ട ഭക്ഷണം ഈ കമ്പിക്കൂട്ടിനുള്ളിൽ തന്നെ ഒരുക്കി വെച്ചു. ഇത് പലതവണ ആവർത്തിച്ചപ്പോൾ ഹാമിന് മനസ്സിലായി ഭക്ഷണം കിട്ടാൻ ഒരുപാട് പ്രയാസപ്പെടേണ്ട കാര്യമില്ല, ഇന്ന സ്ഥലത്തുള്ള ഇന്ന ലിവറിൽ പിടിച്ച് വലിച്ചാൽ മതി. ഇങ്ങനെ കൃത്യമായൊരു പരിശീലനം നൽകിയ ശേഷം ഈ സംവിധാനത്തോടെയാണ്, ഈ കമ്പിക്കൂടും അതിനുള്ളിൽ ഒരുക്കി വെച്ച ഭക്ഷണവും ഈ സംവിധാനത്തോടെയാണ് ഹാമിനെ ബഹിരാകാശത്തേക്ക് അയച്ചത്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ട ക്യാമറ സംവിധാനവും വാഹനത്തിൽ ഒരുക്കി. ബഹിരാകാശത്തെത്തി വിശപ്പ് അനുഭവപ്പെട്ടപ്പോൾ ഭൂമിയിൽ നിന്ന് ചെയ്ത പോലെ ഹാം ആ കമ്പിക്കൂടിൻ്റെ ലിവർ പിടിച്ച് വലിക്കുകയും കമ്പിക്കൂട് തുറന്ന് ഉള്ളിലേക്ക് കയറി ഭക്ഷണം കഴിക്കുകയും ചെയ്തു. അതോടെ ബഹിരാകാശത്ത് ജീവജാലങ്ങൾക്ക് ജോലി ചെയ്യാനും കഴിയും, ഭാരമില്ലായ്മ അതിനൊരു തടസ്സമേ അല്ല എന്ന് ഹാം തെളിയിച്ചു. ഇത്രയും ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോഴാണ് മനുഷ്യന് ബഹിരാകാശത്ത് പോകാനുള്ള ആത്മധൈര്യം കൈവന്നത്. ആദ്യമായി ബഹിരാകാശത്ത് പോയ മനുഷ്യൻ യൂറി ഗഗാറിൻ എന്ന സോവിയറ്റ് യൂണിയൻകാരനാണ്. 1961 ഏപ്രിൽ 12 വോസ്റ്റോക്ക് 1 എന്ന പേടകത്തിലാണ് അദ്ദേഹം ബഹിരാകാശത്തെത്തിയത്. അദ്ദേഹം ബഹിരാകാശത്തിലൂടെ ഭൂമിയെ ഒരു തവണ വലം വെച്ചു. 1.5 മണിക്കൂർ സമയമാണ് ഈ യാത്രക്ക് അദ്ദേഹം എടുത്തത്. ഈ 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ ബഹിരാകാശ പേടകത്തിനുള്ളിൽ വെച്ച് ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്തു. ഇതിനിടയിൽ ഭൂമിയിലുള്ള നിയന്ത്രണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞന്മാരുമായി സന്ദേശം കൈമാറി പരസ്പരം ഫോൺ വഴി സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹം ഭൂമിയിലേക്ക് തിരിച്ചു വന്നു. ഭൂമിയുടെ അന്തരീക്ഷത്തിലെത്തിയപ്പോൾ വാഹനത്തിൽ നിന്ന് പുറത്തു കടന്നൊരു പാരച്യൂട്ടിൻ്റെ സഹായത്തോടെ
അദ്ദേഹം ഭൂമിയിൽ വന്ന് പറന്നിറങ്ങുകയാണ് ചെയ്തത്. പാരച്യൂട്ട് കാറ്റിൽ പറന്ന് ഉദ്ദേശിച്ച സ്ഥാനത്ത് നിന്നും ഒരുപാട് അപ്പുറമാണ് ചെന്നിറങ്ങിയത്. അവിടെ ഈ സംഗതികളൊന്നും അറിയാത്ത കുറേ കൃഷിപ്പണിക്കാരാണ് ഉണ്ടായിരുന്നത്. അവർ ആകാശത്ത് നിന്നും വിചിത്ര വേഷങ്ങൾ ധരിച്ചൊരു മനുഷ്യൻ പറന്നു വരുന്നത് കണ്ടപ്പോൾ പേടിച്ചോടി. അദ്ദേഹത്തെ അന്വേഷിച്ചുകൊണ്ട് സോവിയറ്റ് യൂണിയൻ്റെ നാവികസേന എത്തുകയും അദ്ദേഹത്തെ അതിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു. ബഹിരാകാശ പര്യവേക്ഷണ രംഗത്ത് എന്നും നാം ആവേശപൂർവ്വം ഓർക്കുന്ന മറ്റൊരു വ്യക്തിയാണ് വാലന്റീന തെരഷ്കോവ. 1963 ജൂൺ 16 വോസ്റ്റോക്ക് 6 എന്ന പേടകത്തിലാണ് സോവിയറ്റ് യൂണിയൻകാരിയായ തെരഷ്കോവ ബഹിരാകാശത്ത് എത്തുന്നത്. എന്താണ് തെരഷ്കോവയ്ക്ക് ഇത്ര പ്രാധാന്യം? ഒരു വിമാനം പറത്താൻ പോലും സ്ത്രീകളില്ലാതിരുന്ന കാലത്ത്, ഒരു പൈലറ്റ് ജോലി ഏറ്റെടുക്കാൻ സ്ത്രീകൾ ധൈര്യപ്പെടാതിരുന്ന കാലത്താണ് ഒരു യുവതി ഒരു ബഹിരാകാശ വാഹനത്തെ നിയന്ത്രിക്കുന്ന ജോലി ഏറ്റെടുക്കുന്നത്, മറ്റാരും കൂട്ടിനില്ലാതെ. ഈ വാഹനത്തിനുള്ളിൽ ഒരേ ഒരു വ്യക്തിയാണ് ഉണ്ടാവുക. അതാണ് വാലന്റീന തെരഷ്കോവയ്ക്കുള്ള സ്ഥാനം. ബഹിരാകാശത്തെത്തിയ ആദ്യ വനിത എന്നതിനപ്പുറം തനിയെ ഒരു ബഹിരാകാശ വാഹനം ആദ്യമായി നിയന്ത്രിച്ച വനിത എന്ന് പറയുന്നതാകും അവരുടെ മഹത്വത്തിന് കുറേ കൂടി യോജിക്കുന്ന വിശദീകരണം. ബഹിരാകാശം താണ്ടിയ മനുഷ്യന് അടുത്ത ലക്ഷ്യം ബഹിരാകാശ ഗോളങ്ങളിൽ ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ചന്ദ്രനായിരുന്നു. ഏറ്റവും അടുത്ത് എന്ന് പറയുമ്പോൾ അത് അടുത്താണെന്ന് നാം തെറ്റിദ്ധരിച്ചുകൂടാ. 3,84,403 കിലോമീറ്റർ ദൂരമുണ്ട് ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക്. ഇത്രയും ദൂരമാണ് സഞ്ചരിക്കേണ്ടത്. മനുഷ്യൻ്റെ ചാന്ദ്രയാത്ര സാധ്യമാക്കുന്നതിന് വേണ്ടി അമേരിക്ക, സോവിയറ്റ് യൂണിയൻ എന്നീ രാജ്യങ്ങൾ തമ്മിൽ അതിശക്തമായ ഒരു മത്സരമാണ് 1960കളിൽ നിലനിന്നത്. ഈ യാത്രയുടെ വിവിധ ഘട്ടങ്ങൾ ഓരോ രാജ്യവും തരണം ചെയ്ത പട്ടിക നമുക്ക് കാണാം. ആ പട്ടിക കാണുമ്പോൾ നമുക്കറിയാൻ കഴിയും ചാന്ദ്രപര്യവേക്ഷണ ദൗത്യത്തിലെ ഓരോ ഘട്ടവും ആദ്യം തരണം ചെയ്യുന്നത് സോവിയറ്റ് യൂണിയനാണ്. പക്ഷേ 2, 3, 4 മാസത്തെ വ്യത്യാസത്തിന് ആ ഘട്ടം അമേരിക്കയും തരണം ചെയ്യുന്നു. അങ്ങനെ അതിശക്തമായ ഒരു മത്സരയോട്ടം നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടെ നമുക്കത് കാണാം. ചാന്ദ്രപര്യവേക്ഷണ രംഗത്തെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ഫ്ലൈ ബൈ വാഹനങ്ങളാണ്, അഥവാ ചന്ദ്രൻ്റെ അരികിലൂടെ പറന്നു പോകുന്ന വാഹനങ്ങൾ. ഈ രംഗത്ത് ആദ്യം വിജയം കണ്ടത് സോവിയറ്റ് യൂണിയനാണ്. 1959 ജനുവരി 2 വിക്ഷേപിക്കപ്പെട്ട സോവിയറ്റ് യൂണിയൻ്റെ ലൂണ 1 ആദ്യത്തെ ഫ്ലൈ ബൈ വാഹനം. ഈ ഘട്ടം കേവലം 2 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അമേരിക്കയിൽ നേടിയതായി നമുക്ക് ഈ പട്ടികയിൽ നിന്ന് മനസ്സിലാക്കാം. 1959 മാർച്ച് 3 വിക്ഷേപിക്കപ്പെട്ട അമേരിക്കയുടെ പയനിയർ ആദ്യത്തെ ചാന്ദ്ര ഫ്ലൈ ബൈ വാഹനമായി മാറി. രണ്ടാമത്തെ ഘട്ടമാണ് ഇമ്പാക്റ്റർ. ഇമ്പാക്റ്റർ എന്ന് പറഞ്ഞാൽ ഹാർഡ് ലാൻഡിംഗ് വാഹനങ്ങൾ, ഇടിച്ചിറങ്ങുന്ന വാഹനങ്ങൾ. ഈ ഘട്ടം ആദ്യം തരണം ചെയ്യുന്നത് സോവിയറ്റ് യൂണിയൻ തന്നെയാണ്. അവരുടെ ലൂണ 2 1959 സെപ്റ്റംബർ 12 വിക്ഷേപിക്കപ്പെട്ടു. അത് ചന്ദ്രനിൽ ഇടിച്ചിറങ്ങുകയുണ്ടായി. ഈ ഘട്ടം അമേരിക്ക തരണം ചെയ്യുന്നത് 3 വർഷം കഴിഞ്ഞാണ്. അവിടെ ചെറിയൊരു ഇടവേള കാണാം. പക്ഷേ അടുത്ത ഘട്ടങ്ങളിൽ വീണ്ടും ഈ 2 രാജ്യങ്ങളും ഒരുമിച്ച് മുന്നേറുന്നത് നമുക്ക് കാണാൻ കഴിയും. 1962 ഏപ്രിൽ 23 വിക്ഷേപിക്കപ്പെട്ട അമേരിക്കയുടെ റേഞ്ചർ 4 ആദ്യത്തെ ഇമ്പാക്റ്റർ വാഹനമായി മാറി. അടുത്തത് ലാൻഡർ വാഹനങ്ങളാണ്. ലാൻഡർ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ലാൻഡിംഗ് വാഹനങ്ങൾ, ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ പതുക്കെ ചെന്ന് പറന്നിറങ്ങുന്ന വാഹനങ്ങൾ. മനുഷ്യനെ യാത്ര ചെയ്യാൻ ഇത്തരം വാഹനങ്ങളാണ് ആവശ്യം. ഈ ഘട്ടത്തിൽ ആദ്യം വിജയിക്കുന്നത് സോവിയറ്റ് യൂണിയൻ തന്നെയാണ്. 1966 ജനുവരി 31 വിക്ഷേപിക്കപ്പെട്ട സോവിയറ്റ് യൂണിയൻ്റെ ലൂണ 9 ആദ്യത്തെ സോഫ്റ്റ് ലാൻഡിംഗ് വാഹനമായിട്ട് മാറി. അതേ വർഷം തന്നെ കേവലം 4 മാസം കഴിഞ്ഞപ്പോൾ, അതായത് 1966 മെയ് 30 അമേരിക്കയുടെ സർവേയർ 1 ചന്ദ്രനിൽ ഇതുപോലെ ചെന്ന് പതുക്കെ ഇറങ്ങുകയുണ്ടായി. അടുത്ത ഘട്ടം ഓർബിറ്ററാണ്. ചന്ദ്രനെ ചുറ്റുന്ന വാഹനമാണ് ഓർബിറ്റർ. നമുക്കൊരു സംശയം തോന്നാം, ഇറങ്ങുന്ന വാഹനം കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ചുറ്റുന്ന വാഹനത്തിന് പ്രസക്തി? അതിന് പ്രസക്തിയുണ്ട്. ഒരു ഇറങ്ങുന്ന വാഹനം മാത്രം രൂപകൽപ്പന ചെയ്താൽ ഭൂമിയിലേക്ക് മടങ്ങാൻ കഴിയില്ല. ഈ ക്ലാസ് കുറേ കൂടെ മുന്നോട്ട് പോകുമ്പോൾ എന്താണ് ഓർബിറ്റർ വാഹനത്തിൻ്റെ പ്രസക്തി എന്ന്
നമുക്ക് ബോധ്യമാകും. ഏതായാലും ലാൻഡർ ഘട്ടത്തിന് ശേഷമാണ് ഓർബിറ്റർ ഘട്ടം കടന്നു വരുന്നത്. 1966 മാർച്ച് 31 വിക്ഷേപിക്കപ്പെട്ട സോവിയറ്റ് യൂണിയൻ്റെ ലൂണ 9 ആദ്യത്തെ ഓർബിറ്റർ വാഹനം, ചന്ദ്രനെ ചുറ്റി പറന്ന വാഹനം. ഇതേ ഘട്ടം അമേരിക്ക തരണം ചെയ്യുന്നത് അതേ വർഷം തന്നെയാണ്. 1966 ഓഗസ്റ്റ് 10 വിക്ഷേപിക്കപ്പെട്ട അമേരിക്കയുടെ ലൂണാർ ഓർബിറ്റർ അമേരിക്കയുടെ ആദ്യത്തെ ഓർബിറ്റർ വാഹനമായി മാറി. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം, റിട്ടേൺ പ്രോബ് അഥവാ ചന്ദ്രനിൽ പോയി തിരിച്ചു വരുന്ന വാഹനം. ഈ ഘട്ടത്തിലും ആദ്യം വിജയം കണ്ടത് സോവിയറ്റ് യൂണിയനാണെന്ന് ഈ പട്ടികയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. 1968 സെപ്റ്റംബർ 15 വിക്ഷേപിക്കപ്പെട്ട സോവിയറ്റ് യൂണിയൻ്റെ സോണ്ട് 5 ചന്ദ്രൻ്റെ അരികിൽ പോവുകയും ചന്ദ്രനെ ചുറ്റിപ്പടക്കുകയും ഭൂമിയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. ഇതേ ഘട്ടം അമേരിക്ക തരണം ചെയ്യുന്നത് അതേ വർഷം തന്നെ ഏതാനും മാസങ്ങൾ കഴിഞ്ഞാണ്. 1968 ഡിസംബർ 21 വിക്ഷേപിക്കപ്പെട്ട അപ്പോളോ 8 അമേരിക്കയുടെ ആദ്യത്തെ റിട്ടേൺ പ്രോബ്. പക്ഷേ ഇവിടെ ചെറിയ ഒരു വ്യത്യാസമുണ്ട്. സോൺ 5 സഞ്ചാരികളുണ്ടായിരുന്നില്ല. അപ്പോളോ 8 3 സഞ്ചാരികളുണ്ടായിരുന്നു. അവർ ചന്ദ്രനിൽ ഇറങ്ങിയില്ല, ചന്ദ്രനെ ചുറ്റി ഭൂമിയിലേക്ക് തിരിച്ചു വന്നു. സോൺ 5 ഇതുപോലെ ചന്ദ്രനിൽ ഇറങ്ങാതെ ചന്ദ്രനെ ചുറ്റി ഭൂമിയിലേക്ക് തിരിച്ചു വന്നു. ഈ ഘട്ടമാണ് റിട്ടേൺ പ്രോബ്. സോവിയറ്റ് യൂണിയൻ്റെ ചാന്ദ്ര പര്യവേക്ഷണ വാഹനങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ലൂണ പരമ്പരയിൽപ്പെട്ട ചില വാഹനങ്ങൾ പരാമർശിക്കുകയുണ്ടായി. ലൂണ പരമ്പരയിൽ മൊത്തം 24 വിക്ഷേപണങ്ങളാണ് സോവിയറ്റ് യൂണിയൻ നടത്തിയത്. ഒരുപക്ഷെ അമേരിക്കക്ക് ചന്ദ്രനിലേക്ക് ആളയക്കാൻ കഴിഞ്ഞു അപ്പോളോ വാഹനങ്ങളിലൂടെ. അതിനേക്കാൾ വലിയ നേട്ടങ്ങളാണ് സോവിയറ്റ് യൂണിയൻ്റെ ലൂണ വാഹനങ്ങൾ നേടിയത്. അമേരിക്ക ആളെ അയച്ചാണ് ചന്ദ്രൻ്റെ മണ്ണ് ഭൂമിയിൽ കൊണ്ടുവന്നതെങ്കിൽ സോവിയറ്റ് യൂണിയൻ ലൂണ വാഹനങ്ങളിലൂടെ ആളില്ലാതെ തന്നെ ചാന്ദ്രമണ്ണ് ഭൂമിയിലെത്തിച്ചു. ലൂണ 16, 20, 24 ഈ 3 വാഹനങ്ങൾക്കും ചാന്ദ്രമണ്ണ് ഭൂമിയിലെത്തിക്കാൻ സാധിച്ചു. അതുപോലെ ലൂണ 17, 21 എന്നിവ ലുനാഖോദ് 1, ലുനാഖോദ് 2 എന്നിങ്ങനെ പേരുള്ള 2 റോവറുകൾ അഥവാ ചന്ദ്രൻ്റെ മണ്ണിലൂടെ ഉരുണ്ടു നീങ്ങുന്ന ചെറുവാഹനങ്ങൾ ചന്ദ്രനിലേക്ക് ഇറക്കി. ഈ വാഹനങ്ങൾ ചന്ദ്രൻ്റെ മണ്ണിലൂടെ ഉരുണ്ട് നീങ്ങുകയും ചന്ദ്രൻ്റെ മണ്ണ് കുഴിച്ചെടുത്ത് പരിശോധിച്ച് അതിൻ്റെ ഘടന ഭൂമിയിലേക്ക് അറിയിക്കുകയും ചെയ്തു. ഇങ്ങനെ ആളില്ലാതെ തന്നെ ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്ത വാഹനങ്ങളായിരുന്നു ലൂണ വാഹനങ്ങൾ. ഇനി നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാനുള്ളത് അമേരിക്കയുടെ അപ്പോളോ പദ്ധതിയെക്കുറിച്ചാണ്. അപ്പോളോ പദ്ധതിയിൽ ഉൾപ്പെടുന്നത് 1 വിക്ഷേപണ വാഹനം, 2 അപ്പോളോ വാഹനം. ഇവ രണ്ടും ചേരുന്നതാണ് അപ്പോളോ പദ്ധതി. അപ്പോളോ വാഹനങ്ങളെ ചന്ദ്രനിലേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്ന വിക്ഷേപണ വാഹനത്തിൻ്റെ ചിത്രമാണിത്. സാറ്റേൺ 5 എന്നാണ് ഈ വിക്ഷേപണ വാഹനത്തിൻ്റെ പേര്. ലോകത്ത് മനുഷ്യൻ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലുപ്പമേറിയതും ഏറ്റവും കരുത്തേറിയതുമായ റോക്കറ്റുകളായിരുന്നു സാറ്റേൺ 5. നമുക്കിവിടെ സാറ്റേൺ 5 ചിത്രം കാണാം. 110 മീറ്ററാണ് സാറ്റേൺ 5 ഉയരം. ഏതാണ്ട് 40 നിലകളുള്ള ഒരു മഹാകെട്ടിടത്തിൻ്റെ ഉയരം. വിക്ഷേപണ തറയിൽ ഇതിൻ്റെ ഭാരം 3200 ടണ്ണാണ്. ഈ ഭാരത്തിനകത്ത് മുകളിലുള്ള അപ്പോളോ വാഹനത്തിൻ്റെ ഭാരം വരും, റോക്കറ്റിൻ്റെ ഭാരം വരും, അതിനകത്തുള്ള ഇന്ധനത്തിൻ്റെ ഭാരം വരും. ഇത്രയും ഭാരവും വഹിച്ചുകൊണ്ടാണ് സാറ്റേൺ 5 ഭൂമിയിൽ നിന്ന് കുതിച്ചുയരുന്നത്. ഇനി നമുക്ക് അപ്പോളോ വാഹനത്തെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായി മനസ്സിലാക്കാം. സാന്ദ്രപര്യവേക്ഷണ രംഗത്ത് ആദ്യ എല്ലാ ഘട്ടങ്ങളിലും മുന്നിൽ നിന്ന സോവിയറ്റ് യൂണിയനെ എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്കൊരു ഘട്ടത്തിൽ പിന്തള്ളാൻ കഴിഞ്ഞത്? അതിൻ്റെ കാരണം അമേരിക്ക അപ്പോളോ വാഹനങ്ങളെ കണ്ടുപിടിച്ചതായിരുന്നു. അപ്പോളോ വാഹനങ്ങൾക്ക് അതുവരെയുള്ള മറ്റെല്ലാ പര്യവേക്ഷണ വാഹനങ്ങൾക്കും ഇല്ലാത്ത ചില പ്രത്യേകതകളുണ്ട്. അത് ഈ ചിത്രം നിരീക്ഷിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോളോ വാഹനം എന്നത് ഒരു ഒറ്റ വാഹനമല്ല, 2 പ്രധാന ഭാഗങ്ങൾ അവയ്ക്കുണ്ട്. 1 കമാൻഡ് മൊഡ്യൂൾ, 2 ലൂണാർ മൊഡ്യൂൾ. കമാൻഡ് മൊഡ്യൂളും ലൂണാർ മൊഡ്യൂളും പരസ്പരം വേർപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ബഹിരാകാശത്ത് വെച്ച് അവ വേർപ്പെടുത്താനും വിവിധ ദിശകളിൽ പറത്താനും
തിരിച്ചു കൊണ്ടുവന്ന് കൂട്ടിയോജിപ്പിക്കാനും സാധിക്കുന്നവയാണവ. ഇനി ലൂണാർ മൊഡ്യൂൾ നോക്കൂ. അതിനുമുണ്ട് 2 ഭാഗങ്ങൾ. ഒന്ന് ഡിസെൻറ്റ് സ്റ്റേജ്, മറ്റൊന്ന് അസെൻറ്റ് സ്റ്റേജ്. ഇവയും കൂട്ടിയോജിപ്പിക്കാനും വേർപ്പെടുത്താനും കഴിയുന്നവയാണ്. ഇത്തരത്തിലുള്ള വേർപ്പെടുത്താനും വീണ്ടും കൂട്ടിയോജിപ്പിക്കാനും കഴിയുന്ന തരത്തിലുള്ള ഒരു വാഹനമാണ് അപ്പോളോ വാഹനം. ഇതിൻ്റെ കണ്ടുപിടുത്തമാണ് ചാന്ദ്രയാത്ര സാധ്യമാക്കിയത്. എന്താണ് ഈ വാഹനത്തിൻ്റെ പ്രസക്തി? ചന്ദ്രനിലേക്ക് മനുഷ്യനെത്തിക്കാൻ നാം കണ്ടു 110 മീറ്റർ ഉയരമുള്ള അതിശക്തമായ സാറ്റേൺ 5 റോക്കറ്റുണ്ട്. ചന്ദ്രനിൽ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വരണ്ടേ? അതിനവിടെ റോക്കറ്റുണ്ടോ? റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുണ്ടോ? ഇതൊന്നുമില്ലാത്ത അവസ്ഥയിൽ ചന്ദ്രനിൽ നിന്ന് എങ്ങനെയാണ് തിരിച്ചുയരുക? അതൊരു വലിയ പ്രശ്നമാണ്. ചന്ദ്രനിലേക്ക് പോകുന്ന ആളുകൾക്ക് ആ പോകുന്ന വാഹനത്തിനകത്ത് അത്യാവശ്യം വേണ്ട സൗകര്യം ആവശ്യമാണ്. ലൈക്കയെയും ടെൽക്കയെയും ബെൽക്കയെയും പറഞ്ഞതുപോലെ ഒരു കുനിഞ്ഞിരിക്കാൻ മാത്രം വലുപ്പമുള്ള പേടകത്തിനകത്ത് പറഞ്ഞയക്കുക സാധ്യമല്ല. കാരണം ചാന്ദ്രയാത്രയ്ക്ക് വേണ്ടത് 3 ദിവസമാണ്. ഒരു ഭാഗത്തേക്ക് 3 ദിവസവും തിരിച്ച് ഇങ്ങോട്ട് 3 ദിവസവും. ഈ 6 ദിവസം നീണ്ട യാത്രയ്ക്ക് ഒരു പേടകത്തിനുള്ളിൽ കുടിസുമുറിയിൽ കുനിഞ്ഞിരിക്കുക സാധ്യമല്ല. അത്യാവശ്യം എഴുന്നേറ്റ് നടക്കാനും കിടക്കാനും ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ പേടകത്തിനകത്ത് വേണം. അതുപോലെ ഈ 3 ദിവസത്തേക്ക് വേണ്ട യാത്രയ്ക്ക് വേണ്ട ഭക്ഷണം, വെള്ളം, മറ്റ് സൗകര്യങ്ങൾ, വായു ഇതൊക്കെ കൊണ്ടുപോകണം. ഇത്രയും സൗകര്യങ്ങളുള്ളൊരു വാഹനം ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് ഉയർത്താൻ നമുക്കിവിടെ വെച്ച് റോക്കറ്റ് ഉണ്ടാക്കാം. പക്ഷേ അത്രയും വലിയൊരു വാഹനത്തെ ചന്ദ്രനിൽ നിന്ന് തിരിച്ചുയർത്താൻ അവിടെ റോക്കറ്റില്ല. അതുകൊണ്ട് യാത്രയെ 2 ഘട്ടങ്ങളാക്കി തിരിക്കുകയാണ് അപ്പോളോ വാഹനങ്ങൾ ചെയ്തത്. ഭൂമിയിൽ നിന്ന് ചന്ദ്രൻ്റെ പടിവാതിൽക്കൽ വരെ ഏതാണ്ട് 1000 കിലോമീറ്റർ വരെ മനുഷ്യൻ സഞ്ചരിക്കുന്നത് ഈ കമാൻഡ് മൊഡ്യൂളിനകത്താണ്. കമാൻഡ് മൊഡ്യൂൾ വളരെ വിശാലമാണ്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. അവർക്ക് വേണ്ട സാധന സാമഗ്രികൾ സൂക്ഷിക്കാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ കമാൻഡ് മൊഡ്യൂളിനകത്ത് കയറുന്ന സഞ്ചാരികൾ റോക്കറ്റിൻ്റെ സഹായത്തോടെ ചന്ദ്രൻ്റെ ഏതാണ്ട് 1000 കിലോമീറ്റർ അടുത്ത് വരെ സഞ്ചരിക്കുന്നു. ചന്ദ്രൻ്റെ 1000 കിലോമീറ്റർ അടുത്തെത്തിക്കഴിഞ്ഞാൽ കമാൻഡ് മൊഡ്യൂളിൽ നിന്നും സഞ്ചാരികൾ ലൂണാർ മൊഡ്യൂളിൻ്റെ അസെൻറ്റ് സ്റ്റേജിലേക്ക് മാറിക്കയറുന്നു. എല്ലാ സഞ്ചാരികളും മാറിക്കയറുന്നില്ല. ചാന്ദ്രയാത്രകളിൽ ഓരോ തവണയും സഞ്ചരിച്ചത് 3 പേരാണ്. അതിൽ 2 പേർ ലൂണാർ മൊഡ്യൂളിൻ്റെ അസെൻറ്റ് സ്റ്റേജിലേക്ക് മാറിക്കയറുകയാണ്. ഒരാൾ കമാൻഡ് മൊഡ്യൂളിൽ തന്നെ തുടരുന്നു. ചന്ദ്രൻ്റെ ഏതാണ്ട് 1000 കിലോമീറ്റർ അടുത്ത് വെച്ച് കമാൻഡ് മൊഡ്യൂളിനെയും ലൂണാർ മൊഡ്യൂളിനെയും പരസ്പരം വേർപ്പെടുത്തുന്നു. ഇനി സഞ്ചാരികൾ ഇറങ്ങുന്നത് ലൂണാർ മൊഡ്യൂൾ വഴി ആണ്. ലൂണാർ മൊഡ്യൂൾ പതുക്കെ ചെന്ന് ചന്ദ്രനിൽ ഇറങ്ങുന്നു. ചന്ദ്രനിലേക്ക് ഇടിച്ചിറങ്ങാതിരിക്കാനായി റെട്രോ റോക്കറ്റുകൾ അഥവാ മുകളിലേക്ക് തള്ളുന്ന റോക്കറ്റുകൾ എരിച്ചുകൊണ്ടാണ് ലൂണാർ മൊഡ്യൂൾ ചന്ദ്രനിൽ ചെന്ന് ഇറങ്ങുക. ചന്ദ്രനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് അവിടെയുള്ള പര്യവേക്ഷണങ്ങൾ നടത്താം. അത് കഴിഞ്ഞ് തിരിച്ചു മടങ്ങുമ്പോൾ ഈ ലൂണാർ മൊഡ്യൂളിനെ മുഴുവനും ചന്ദ്രനിൽ നിന്ന് ഉയർത്തേണ്ട കാര്യമില്ല. ലൂണാർ മൊഡ്യൂളിൻ്റെ മുകളിലുള്ള അസെൻറ്റ് സ്റ്റേജ് ആ ഭാഗം മാത്രം വേർപ്പെടുകയും താഴെയുള്ള ഡിസെൻറ്റ് സ്റ്റേജ് റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനായി അല്ലെങ്കിൽ വിക്ഷേപണ തറയായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അസെൻറ്റ് സ്റ്റേജ് മാത്രം മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നു. ഈ അസെൻറ്റ് സ്റ്റേജ് വളരെ ചെറുതാണ്. അതിനുള്ളിൽ 2 യാത്രക്കാർക്ക് കഷ്ടിയിരിക്കാം. മര്യാദക്ക് നിവർന്നിരിക്കാൻ പോലും കഴിയാത്ത അത്ര കുടുസായ മുറിയാണുള്ളത്. ഈ ദൂരം സഞ്ചരിക്കാൻ വളരെ കുറഞ്ഞ സമയം മതി. ചന്ദ്രൻ്റെ 1000-1100 കിലോമീറ്റർ മുകളിൽ നിന്ന് താഴേക്കെത്താനും തിരിച്ചങ്ങോട്ടെത്താനും വളരെ കുറഞ്ഞ സമയം, ഏതാനും മണിക്കൂറുകളുടെ ആവശ്യമേ ഉള്ളൂ. അതുകൊണ്ട് അത്രയും സമയം അല്പം പ്രയാസപ്പെട്ടാലും തടസ്സമില്ല. അതേസമയം 3 ദിവസം മുഴുവൻ ഇത്തരത്തിലുള്ള ഒരു കുടുസുമുറിയിൽ ഇരിക്കുക സാധ്യമല്ല താനും. അപ്പോൾ അല്പനേരം പ്രയാസപ്പെട്ട് ഈ അസെൻറ്റ് സ്റ്റേജിലിരുന്നു കൊണ്ട് യാത്രികർ ചന്ദ്രനിലേക്ക് ഇറങ്ങുകയും ഡിസെൻറ്റ് സ്റ്റേജിനെ വിക്ഷേപണ തടയായി ഉപയോഗിച്ചുകൊണ്ട് തിരിച്ചുയരുകയും ചെയ്യുന്നു. ഇനി തിരിച്ചുയരാൻ ഈ ഒരു 1000 കിലോമീറ്റർ മുകളിലേക്ക് ഉയരാൻ എങ്ങനെയാണ് അസെൻറ്റ് സ്റ്റേജിൽ സാധിക്കുക? അതും ഒരു സംശയമാകാം. ഈ 2 പേരുടെ ഭാരമുണ്ട്, വാഹനത്തിൻ്റെ ഭാരമുണ്ട്. ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണ ബലം ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ 1/6 മാത്രമാണ്. ഇവിടെ 6 കിലോ തൂക്കമുള്ളൊരു വസ്തുവിന് അവിടെ 1 കിലോയാണ് തൂക്കം ഉണ്ടാവുക. വാഹനത്തിനും അതിനകത്തുള്ള സഞ്ചാരികൾക്കും 600 കിലോ തൂക്കമാണുള്ളതെങ്കിൽ ചന്ദ്രനിലാകുമ്പോൾ അത് 100 കിലോ തൂക്കമാണ് അനുഭവപ്പെടുക. അതുകൊണ്ട് ചെറിയൊരു ഇന്ധനം ഉപയോഗിച്ച് തന്നെ
ഈ വാഹനത്തെ മുകളിലേക്ക് ഉയർത്താൻ കഴിയും. മറ്റൊരു കാര്യം, ഏതാണ്ട് 16 കിലോമീറ്റർ വരെയാണ് ചന്ദ്രൻ്റെ ശക്തമായ ആകർഷണ പരിധി. അതിന് മുകളിലെത്തിയാൽ കാര്യമായ ഭാരമൊന്നും അനുഭവപ്പെടില്ല. അപ്പോൾ കുറച്ച് ദൂരത്തേക്ക് മാത്രമേ ഉയർത്തേണ്ടതുള്ളൂ. ഭാരം വളരെ കുറവാണ്. അതിനുള്ള ഇന്ധനം ഈ അസെൻറ്റ് സ്റ്റേജിലുണ്ടാകും. ചെറിയ റോക്കറ്റുകളുണ്ടാകും. അത് ധരിച്ചുകൊണ്ട് ഇത് പറന്നുയരുന്നു. അതേസമയം കമാൻഡ് മൊഡ്യൂൾ സഞ്ചാരികളെ പ്രതീക്ഷിച്ചുകൊണ്ട് ചന്ദ്രനെ ചുറ്റിക്കൊണ്ടേയിരിക്കും. ഉയർന്നു വരുന്ന ലൂണാർ മൊഡ്യൂളിൻ്റെ അസെൻറ്റ് സ്റ്റേജ് കമാൻഡ് മൊഡ്യൂളുമായി കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള സഞ്ചാരികൾ കമാൻഡ് മൊഡ്യൂളിലേക്ക് മാറിക്കയറുന്നു. അത് കഴിഞ്ഞ് കമാൻഡ് മൊഡ്യൂളിനെ ലൂണാർ മൊഡ്യൂളിൽ നിന്ന് വേർപ്പെടുത്തി ലൂണാർ മൊഡ്യൂളിനെ ചന്ദ്രനിലേക്ക് ഉപേക്ഷിക്കുന്നു. കമാൻഡ് മൊഡ്യൂളിനകത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ വിശാലമായ സൗകര്യങ്ങളുണ്ട്. 3 ദിവസം ഉള്ള മടക്കയാത്ര യാതൊരു പ്രയാസവുമില്ലാതെ സഞ്ചാരികൾക്ക് നിർവഹിക്കാൻ കഴിയും. ഇങ്ങനെ ബഹിരാകാശത്ത് വെച്ച് വേർപ്പെടുത്താനും വീണ്ടും കൂട്ടിച്ചേർക്കാനും കഴിയുന്ന ഈ ഒരു വാഹന സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ സോവിയറ്റ് യൂണിയന് കഴിയാതെ പോയതാണ് 1960കളിൽ നടന്ന ചാന്ദ്രപര്യവേക്ഷണ മത്സര രംഗത്ത് അവർ പിന്നാക്കം പോകാൻ കാരണമായത്. ഇനി നമുക്ക് കുറച്ചുകൂടി വിശദമായി അപ്പോളോ പദ്ധതിയെക്കുറിച്ച് മനസ്സിലാക്കാം. അപ്പോളോ പദ്ധതിയുടെ സംഗ്രഹമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. 1961 അന്നത്തെ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ജോൺ എഫ് കെന്നഡിയാണ് അപ്പോളോ പദ്ധതി അമേരിക്കൻ പാർലമെൻറ്റിൽ പ്രഖ്യാപിക്കുന്നത്. അമേരിക്ക മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കുമെന്ന് അദ്ദേഹം അവിടെ വെച്ച് പ്രഖ്യാപിച്ചു. അദ്ദേഹം കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യം വാക്കുകൾ അറം പറ്റുന്ന പോലെയായി. ഒരുപക്ഷെ അമേരിക്കൻ സഞ്ചാരികൾ ചന്ദ്രനിൽ ഇറങ്ങുമ്പോൾ അത് കാണാൻ ഞാൻ ഉണ്ടായി എന്ന് വരില്ല. പക്ഷേ അപ്പോഴും എൻ്റെ ആത്മാവ് സ്വർഗത്തിലിരുന്നു കൊണ്ട് ആ കാഴ്ച കാണും. കെന്നഡിയുടെ വാക്കുകൾ അറം പറ്റിയ പോലെയായി. അദ്ദേഹം ഒരു തിയേറ്ററിൽ വെച്ച് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വെടിയേറ്റി മരിക്കുകയാണ് ഉണ്ടായത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ സ്വപ്നം പുലർന്നു. മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങി 1 തവണയല്ല 6 തവണ. അപ്പോളോ 4, 5, 6 എന്നിവ വിക്ഷേപിച്ചത് സാറ്റേൺ 5 റോക്കറ്റിൻ്റെ കരുത്ത് പരിശോധിക്കാനായിരുന്നു. ഇത്രയും വലിയ ഒരു വാഹനത്തെ, അതിനകത്തുള്ള സഞ്ചാരികളെ എല്ലാം കൂടെ ചേരുമ്പോഴുണ്ടാകുന്ന ആ വലിയ ഭാരത്തെ ചന്ദ്രൻ വരെ എത്തിക്കാൻ ഈ റോക്കറ്റിന് കഴിയുമോ? ഇത് പരീക്ഷിക്കുകയായിരുന്നു ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ 3 യാത്രകളിലും ആളുണ്ടായിരുന്നില്ല. ആദ്യത്തെ അപ്പോളോക്ക് അവർ നൽകിയ പേര് അപ്പോളോ 4 എന്നായിരുന്നു. അപ്പോളോ 1, 2, 3 എന്നീ പേരുകളിൽ വിക്ഷേപണം ഉണ്ടായിരുന്നില്ല. അപ്പോളോ 4, 5, 6 എന്നിവ ഈ രംഗത്ത് വിജയിച്ചു. ചന്ദ്രൻ്റെ അടുത്ത് വരെ അപ്പോളോ വാഹനത്തെ എത്തിക്കാനുള്ള കരുത്ത് സാറ്റേൺ 5-നുണ്ടെന്ന് ഈ 3 വിക്ഷേപണങ്ങളും തെളിയിച്ചു. അടുത്ത അപ്പോളോ 7 ആയിരുന്നു. മനുഷ്യൻ കയറിയ ആദ്യത്തെ അപ്പോളോ വാഹനമായിരുന്നു അപ്പോളോ 7. പക്ഷേ ഇത് ചന്ദ്രൻ്റെ അരികിൽ പോയില്ല. ഭൂമിയെ ചുറ്റി ഭൂമിയിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്തത്. ഓരോ ഘട്ടങ്ങളും പടിപടിയായി വേണം ചെയ്യാൻ. ആളില്ലാത്ത വാഹനത്തെ ആദ്യം അങ്ങോട്ട് അയക്കാം. ആളുള്ള വാഹനത്തെ ആദ്യമേ ചന്ദ്രനിലേക്ക് അയക്കുന്നത് ബുദ്ധിയല്ല. ഈ വാഹനത്തിൻ്റെ നിയന്ത്രണം സാധ്യമാണോ? മനുഷ്യന് നിയന്ത്രിക്കാൻ കഴിയുമോ? ഇതൊക്കെ ഭൂമിയുടെ ബഹിരാകാശത്ത് വെച്ച് പരീക്ഷിച്ച് തെളിയിക്കുന്നതിൽ അപ്പോളോ 7 വിജയിച്ചു. ഇതിനകത്ത് 3 സഞ്ചാരികളുണ്ടായിരുന്നു. വാൾട്ടർ ഷിറ, ഡോൺ എയ്സ്ലി, വാൾട്ടർ കണ്ണിങ്ഹാം. അവർ 1966 അപ്പോളോ 7 ഭൂമിയെ ചുറ്റി തിരിച്ചു വന്നു. അടുത്ത അപ്പോളോ ദൗത്യം അപ്പോളോ 8 ആയിരുന്നു. ഇത് നാം നേരത്തെ പറഞ്ഞ കാര്യമാണ്. അപ്പോളോ 8 3 സഞ്ചാരികളുണ്ടായിരുന്നു. ചന്ദ്രനെ ചുറ്റി ഭൂമിയിൽ തിരിച്ചെത്തിയ ആദ്യത്തെ അമേരിക്കൻ വാഹനമാണ് അപ്പോളോ 8. അതിനു മുമ്പേ സോവിയറ്റ് യൂണിയൻ്റെ സോൺ 5 ചന്ദ്രനെ ചുറ്റി തിരിച്ചു വന്നിരുന്നെങ്കിലും അതിനകത്ത് സഞ്ചാരികൾ ഉണ്ടായിരുന്നില്ല. അപ്പോളോ 8 സഞ്ചാരികളാണ് ഫ്രാങ്ക് ബോർമാൻ, ജെയിംസ് ലോവെൽ, വില്യം ആൻഡേഴ്സ്. ഇവർ ചന്ദ്രനെ ചുറ്റി ചന്ദ്രനിൽ ഇറങ്ങാതെ ഭൂമിയിലേക്ക് തിരിച്ചു വന്ന സഞ്ചാരികളാണ്. അടുത്ത വിക്ഷേപണത്തിൻ്റെ പേര് അപ്പോളോ 9 എന്നാണ്. അപ്പോളോ 9-നകത്തും 3 സഞ്ചാരികളുണ്ടായിരുന്നു. ഇവർ ഭൂമിയെയാണ് ചുറ്റിയത്. പക്ഷേ ഒരു കാര്യം അഡീഷണലായി ചെയ്തു. ഭൂമിയുടെ ബഹിരാകാശത്ത് വെച്ച് അവർ കമാൻഡ് മൊഡ്യൂളിനെയും ലൂണാർ മൊഡ്യൂളിനെയും വേർപ്പെടുത്തി വിപരീത ദിശകളിൽ പറത്തിക്കൊണ്ടുപോയി പരസ്പരം അടുപ്പിച്ചു കൊണ്ടുവന്ന് കൂട്ടിയോജിപ്പിച്ചു. അങ്ങനെ ഭൂമിയുടെ ബഹിരാകാശത്ത് വെച്ച് ഡോക്കിങ്ങും അൺഡോക്കിങ്ങും അഥവാ ബഹിരാകാശ വാഹനത്തെ വേർപ്പെടുത്തലും കൂട്ടിച്ചേർക്കലും സാധ്യമാണെന്ന് അപ്പോളോ 9 തെളിയിച്ചു. അടുത്ത വിക്ഷേപണമാണ് അപ്പോളോ 10.
ഇതേ പരീക്ഷണമാണ് ചെയ്തത്. ഒരു വ്യത്യാസം മാത്രം, ചന്ദ്രൻ്റെ ബഹിരാകാശത്ത് വെച്ച്. ചന്ദ്രൻ്റെ ബഹിരാകാശത്ത് വെച്ച് അപ്പോളോ 10 സഞ്ചാരികൾ കമാൻഡ് മൊഡ്യൂളിനെയും ലൂണാർ മൊഡ്യൂളിനെയും വേർപ്പെടുത്തുകയും ലൂണാർ മൊഡ്യൂളിനെ ചന്ദ്രൻ്റെ 14.5 കിലോമീറ്റർ വരെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അതിനർത്ഥം അപ്പോളോ 15ൻ്റെ ലൂണാർ മൊഡ്യൂൾ ചന്ദ്രൻ്റെ ആകർഷണ പരിധിയിൽ പ്രവേശിച്ചു എന്നാണ്. ആകർഷണ പരിധിയിൽ ജസ്റ്റ് ഒന്ന് കടത്തിയ ശേഷം അതിനെ തിരിച്ചു കൊണ്ടുവരികയും കൂട്ടിയോജിപ്പിച്ച് ഭൂമിയിലേക്ക് മടങ്ങുകയും ചെയ്തു. സഞ്ചാരികൾ ചന്ദ്രനിൽ ഇറങ്ങിയില്ല. ഇത്രയും ഘട്ടങ്ങൾ കഴിഞ്ഞ ശേഷമാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങുന്നത്. അപ്പോളോ 11, 12, 14, 15, 16, 17 ഈ 6 ദൗത്യങ്ങളിലായി പിന്നീട് 12 സഞ്ചാരികൾ ചന്ദ്രനിൽ ഇറങ്ങി. എല്ലാ തവണയും പോയത് 3 പേരാണ്. 2 പേർ വീതം ചന്ദ്രനിൽ ഇറങ്ങുകയും മൂന്നാമത്തെയാൾ ഭൂമിയിലേക്ക് മടങ്ങാനുള്ള കമാൻഡ് മൊഡ്യൂൾ എന്ന മാതൃവാഹനത്തെ നിയന്ത്രിക്കുകയും ചെയ്തു. ഇതിനകത്ത് അപ്പോളോ 13 പരാജയമായിരുന്നു. ഇനി നമുക്ക് അപ്പോളോ 11ൻ്റെ കാര്യങ്ങൾ കുറച്ചുകൂടി വിശദമായിട്ട് ചർച്ച ചെയ്യാം. 1969 ജൂലൈ 16 അപ്പോളോ 11 വിക്ഷേപിക്കപ്പെടുന്നത്. തിരിച്ചെത്തുന്നത് ജൂലൈ 24. ഇതിനിടയിൽ അമേരിക്കൻ തീയതി ജൂലൈ 20, ഇന്ത്യൻ തീയതി ജൂലൈ 21 അപ്പോളോ 11 ചന്ദ്രനിൽ ഇറങ്ങി. അതിനകത്തുണ്ടായിരുന്ന സഞ്ചാരികൾ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ബസ് ആൽഡ്രിൻ, മൈക്കിൾ കോളിൻസ് എന്നിവരായിരുന്നു. ഇവരിൽ നീൽ ആംസ്ട്രോങ് ഒഴികെയുള്ളവർ ഇന്നും ജീവിച്ചിരിക്കുന്നു. അവരെ വഹിച്ചുകൊണ്ടുള്ള സാറ്റേൺ 5 റോക്കറ്റിൻ്റെ ലിഫ്റ്റ് ഓഫിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇനി സാറ്റേൺ 5 ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തു കടന്നാൽ അഥവാ ബഹിരാകാശത്തെത്തിയാൽ എന്തെല്ലാം കൗതുകങ്ങളുണ്ടാകും ഒന്ന് ആലോചിച്ച് നോക്കൂ. നാം ഇപ്പോൾ ഇരിക്കുന്നത് അപ്പോളോ 11 വിചാരിക്കുക. സാറ്റേൺ 5 തീയരിച്ചാൽ നിമിഷങ്ങൾ കൊണ്ട് അത് ഭൂമിയുടെ ബഹിരാകാശത്തെത്തും. അത്രയധികം വേഗതയിലാണിത് ചലിക്കുന്നത്. ബഹിരാകാശത്ത് അതിൻ്റെ ഏറ്റവും കൂടിയ വേഗത മണിക്കൂറിൽ 27,000 കിലോമീറ്റർ ആയിരുന്നു. അതിവേഗം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാഹനത്തിനുള്ളിൽ നമുക്ക് ഭാരമില്ലായ്മ അനുഭവപ്പെടും. ഭാരമില്ലാത്ത അവസ്ഥയിൽ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടാകും. നമുക്കൊന്ന് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കുമോ? നാം എഴുന്നേറ്റ് നടക്കാൻ ശ്രമിച്ചാൽ കാലുകൾ തറയിലുറക്കില്ല. ഭാരമുള്ളത് കൊണ്ടാണ് ഭൂമിയിൽ നമുക്ക് കാൽ വെച്ച് നടക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു തരം ഒഴുകി നടക്കുന്ന അവസ്ഥയാകും. മുന്നോട്ട് ചലിക്കണമെങ്കിൽ ഈ വാഹനത്തിനുള്ളിൽ നിറച്ചു വെച്ച വായുവിലൂടെ ഊളിയിട്ട് ചലിക്കേണ്ടി വരും. ഇത് ഒരു കൗതുകമാണെന്ന് വിചാരിക്കാം. എന്നാൽ മറ്റു ചില പ്രയാസങ്ങളും അതോടൊപ്പം ഉണ്ടാകും. നമുക്ക് ഒന്ന് കിടന്നുറങ്ങണമെന്ന് വിചാരിക്കുക. എങ്ങനെ ഉറങ്ങും? ഭാരമില്ലാത്ത അവസ്ഥയിൽ നാം ഒഴുകി നടക്കും. ബെഡിൽ കിടന്നാൽ നമുക്ക് അവിടെ കിടപ്പുറക്കില്ല. പതുക്കെ നമ്മുടെ ശരീരം ഉയർന്നു പൊങ്ങാനും പറക്കാനും ഇടയായേക്കാം. ഉറക്ക് സാധ്യമാവാതെ വരും. ഇതിനൊക്കെയുള്ള പരിഹാരം ഇന്നുള്ള ബഹിരാകാശ വാഹനങ്ങളിലൊക്കെ ലഭ്യമാണ്. ബഹിരാകാശ സഞ്ചാരികൾ ഇന്ന് ഉറങ്ങുന്നത് പല രീതിയിലാണ്. ഒന്ന്, ബഹിരാകാശ വാഹനത്തിൻ്റെ ഭിത്തികളിൽ ചില സ്ലീപ്പിംഗ് ബാഗുകളുണ്ട്. നമ്മുടെ റെയിൻകോട്ട് പോലെ തോന്നുന്ന ചില ബാഗുകൾ. സഞ്ചാരികൾ സമയമാകുമ്പോൾ ആ ബാഗിനകത്തേക്ക് കയറി നിൽക്കുകയും അതിൻ്റെ ഷിബ് വലിച്ചടച്ചുകൊണ്ട് ഭിത്തിയിൽ ചാരി നിന്ന് ഉറങ്ങുകയുമാണ് ചെയ്യാറ്. ഇതൊരു രീതിയാണ്. മറ്റൊരു രീതി ബെഡിൽ തന്നെ കിടന്നുറങ്ങും. പക്ഷേ ഒരു കാര്യമുണ്ട്, ശരീരം ബെൽറ്റിട്ട് ബെഡുമായി ബന്ധിച്ചാണ് ഉറങ്ങുക. അല്ലെങ്കിൽ ഒരുപക്ഷെ ഉയർന്നു പറന്നെന്ന് വരാം. മറ്റൊരു രീതി, വാഹനത്തിൻ്റെ ഭിത്തികളിൽ ഒരുപാട് വലിപ്പുകളുണ്ട്. മേശ വലിപ്പ് പോലുള്ള വലിപ്പുകൾ. അതിനുള്ളിൽ കയറിക്കിടക്കാം. പുറത്ത് നിന്ന് മറ്റുള്ള വാതിൽ അടച്ചു കൊടുത്തുകൊള്ളും. ഇങ്ങനെ ഉറങ്ങുന്ന സഞ്ചാരിക്ക് ആവശ്യമായ ഓക്സിജൻ ആ വലിപ്പിനുള്ളിൽ തന്നെ ലഭ്യമാക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് സഞ്ചാരികളുടെ ഉറക്ക്. ഇനി ഈ സഞ്ചാരികൾക്ക് യാത്രക്കിടയിൽ ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം. ഭക്ഷണവും വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടി എടുത്താലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പക്ഷേ നമ്മൾ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കോരിയെടുത്താൽ, ഒരു സ്പൂൺ ഉപയോഗിച്ച് കോരിയെടുത്താൽ ഒരുപക്ഷെ അത് വേർപെട്ട് ഉയർന്ന് പടന്നെന്ന് വരാം. അത് കഴിക്കണമെങ്കിൽ ചാടി വായിലാക്കുകയേ നിർവാഹമുള്ളൂ. വെള്ളമോ ജ്യൂസോ കാപ്പിയോ ചായയോ കഴിക്കണമെങ്കിൽ അത് ഗ്ലാസ്സിലെടുത്ത ശേഷം കമിഴ്ത്തിയാൽ അത് ഗ്ലാസ്സിൽ നിന്ന് പുറത്തു വരില്ല. കാരണം ഭൂമിയിൽ അത് താഴെ വരുന്നത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ ഫലമായാണ്. ബഹിരാകാശത്ത് ഭാരമില്ലായ്മ അനുഭവപ്പെടുന്നു. ഭൂമിയെ ചുറ്റുന്ന വാഹനം അതിവേഗം
നിർബാധം വീഴുന്നൊരവസ്ഥയിലാണ്. ഇതാണ് ഈ ഭാരമില്ലായ്മ സൃഷ്ടിക്കുന്നത്. ഈ അവസ്ഥയിൽ ഗ്ലാസ്സിനകത്തെടുത്ത പാനീയം ഒരിക്കലും താഴെ വീഴില്ല. പിന്നെ എങ്ങനെ കുടിക്കും? ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഗ്ലാസ് കമഴ്ത്തി പിടിച്ച് പതുക്കെ ഒന്ന് കുടയുക. അതോടെ ആ ദ്രാവകം പുറത്തു വരികയും അവിടെ ബഹിരാകാശത്ത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടാത്തതിനാൽ സർഫസ് ടെൻഷൻ അഥവാ പ്രതലബലം കുറയ്ക്കാനായി ആ ദ്രാവകം ഒരു ഗോളാകൃതി പ്രാപിക്കുകയും ഒരു ദ്രാവക ഗോളമായി വാഹനത്തിനുള്ളിലൂടെ ഇങ്ങനെ പടർന്നു നടക്കുകയും ചെയ്യും. അതിനടുത്ത് പോയി വായ തുറന്ന് ആ ദ്രാവക ഗോളത്തെ വായ്ക്കകത്താക്കി വെട്ടി വിഴുങ്ങുകയേ മാർഗമുള്ളൂ. ഇങ്ങനെ വെള്ളം കുടിക്കാം. പക്ഷേ ഭക്ഷണം കഴിച്ചാലോ? ഭക്ഷണം കഴിച്ചാൽ വിസർജ്യങ്ങളുണ്ടാകും. ഒന്ന് ആലോചിച്ച് നോക്കൂ. വിസർജ്യം. അവിടെ ഈ വാഹനത്തിനകത്ത് ഒരു ടോയ്ലറ്റ് സംവിധാനം ഉണ്ടെന്ന് വിചാരിക്കുക. ചാന്ദ്രയാത്രകൾക്ക് ഉപയോഗിച്ച വാഹനങ്ങളിൽ ഇത്തരം സംവിധാനങ്ങളില്ലായിരുന്നു. ടോയ്ലറ്റ് സംവിധാനം ഉണ്ടെങ്കിൽ തന്നെ ഒരാൾ ടോയ്ലറ്റിൽ പോയി ഇരുന്ന് വിസർജിച്ചാൽ ആ വിസർജ്യത്തിൻ്റെ അവസ്ഥ എന്താകും? ഭൂമിയിൽ ഇത് ക്ലോസറ്റിലേക്ക് കൃത്യമായി വീഴുന്നത് ഭൂമിയുടെ ഗുരുത്വാകർഷണം കൊണ്ടാണ്. ഇതില്ലാത്ത അവസ്ഥയിൽ ഭാരമില്ലായ്മ അനുഭവപ്പെടുന്ന ബഹിരാകാശത്ത് ഈ വിസർജ്യ വസ്തുക്കൾ വാഹനത്തിനുള്ളിലൂടെ അങ്ങനെ ഒഴുകി നടക്കും. അത് ഈ സഞ്ചാരികളുടെ ശരീരത്തിലും വസ്ത്രത്തിലൊക്കെ വന്ന് പറ്റിപ്പിടിക്കാനുള്ള സാധ്യത ഏറെയാണ്. വല്ലാത്ത അസ്വാരസ്യമാണ് ഉണ്ടാവുക. 3 ദിവസം ഈ സഞ്ചാരികൾ കഴിഞ്ഞുകൂടുന്ന വാഹനം അതിനുള്ളിൽ ആകെ വൃത്തികേടാകാൻ ഇതിടയാക്കും. അതുകൊണ്ട് ചാന്ദ്രയാത്ര നടത്തിയിരുന്ന സഞ്ചാരികൾ കഴിച്ചിരുന്ന ഭക്ഷണവും പ്രത്യേക രീതിയിലുള്ളതായിരുന്നു. ഒരു വിസർജ്യവും ഉണ്ടാക്കാത്ത ഭക്ഷണം, ശരീരത്തിന് വേണ്ട പോഷക ഘടകങ്ങൾ മാത്രമടങ്ങിയ ഭക്ഷണം, അതായത് ഗുളിക രൂപത്തിൽ അഥവാ ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള ഭക്ഷണം. അത് കഴിച്ചാൽ ഒരു വിസർജ്യവും ഉണ്ടാവില്ല. കാരണം അതിനകത്തുള്ളത് ശരീരത്തിന് വേണ്ട പോഷക ഘടകങ്ങൾ മാത്രമാണ്. ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടൊക്കെയായിരുന്നു അവരുടെ യാത്ര. ഈ പ്രയാസങ്ങളും കൗതുകങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ട് ചന്ദ്രനിലേക്ക് സഞ്ചരിക്കുന്ന സഞ്ചാരികൾ ചന്ദ്രൻ്റെ അടുത്തെത്തുമ്പോൾ കാണുന്ന ചന്ദ്രൻ്റെ ദൃശ്യമാണിത്. അപ്പോളോ 11 പോയ സഞ്ചാരികൾ ദൂരെ നിന്നെടുത്ത ചന്ദ്രൻ്റെ ചില ചിത്രങ്ങളാണിവ. ഇവിടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഗലീലിയോ ടെലസ്കോപ്പിലൂടെ കണ്ട ചന്ദ്രനിലെ ചെറുകൃത്തങ്ങൾ അദ്ദേഹത്തിന് ചെറു കുഴികളായിട്ടാണ് കാണാൻ കഴിഞ്ഞതെങ്കിൽ ഈ സഞ്ചാരികൾക്ക് അത് കൂടുതൽ വലുതായി വരുന്നത് ഈ ഘട്ടത്തിലാണ് കാണാൻ സാധിച്ചത്. ഇനി ചാന്ദ്രയാത്രികർ ചന്ദ്രനിൽ ഇറങ്ങുന്ന ദൃശ്യമാണ് ഇപ്പോൾ നാം കാണുന്നത്. ആദ്യമായിട്ട് ചന്ദ്രനിൽ ഇറങ്ങിയത് നീൽ ആംസ്ട്രോങ് ആണെന്ന് നമുക്കറിയാം. നീൽ ആംസ്ട്രോങ്ങിൻ്റെ കയ്യിലായിരുന്നു ഫോട്ടോ ക്യാമറ. അതുകൊണ്ട് അദ്ദേഹം ചന്ദ്രനിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ചന്ദ്രനിൽ ഇറങ്ങുന്ന ഒരു ഫോട്ടോയും ലഭ്യമല്ല. വീഡിയോ ക്യാമറ ആൽഡ്രിൻ്റെ കയ്യിലായിരുന്നത് കൊണ്ട് ആംസ്ട്രോങ്ങിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ലഭ്യമാണ്. ഏതായാലും ആൽഡ്രിൻ ചന്ദ്രനിൽ ഇറങ്ങുന്ന ദൃശ്യമാണ് നമ്മളിവിടെ കാണുന്നത്. ലൂണാർ മൊഡ്യൂളിൻ്റെ അസെൻറ്റ് സ്റ്റേജിലാണ് സഞ്ചാരികൾ. ഡിസെൻറ്റ് സ്റ്റേജ് അതിൻ്റെ വിക്ഷേപണത്തറയായി ഉപയോഗിക്കാനുള്ളതാണ്. അത്യാവശ്യം ഉയരമുണ്ടതിന്. ആ ഉയരം താഴേക്കിറങ്ങാൻ വേണ്ടി ഒരു ഗോവണി ഉപയോഗിക്കുകയാണ്. ഗോവണിയുടെ പടിയിലൂടെ പതുക്കെ ആൽഡ്രിൻ ചന്ദ്രനിലേക്ക് ഇറങ്ങുന്നു. ഇനി സഞ്ചാരികൾക്ക് വഴിയിലുണ്ടാകുന്ന പ്രയാസങ്ങൾ നാം ചർച്ച ചെയ്തു. ചന്ദ്രനിൽ എത്തിയാലും ഉണ്ടാവില്ലേ പ്രശ്നങ്ങൾ? കാരണം അവിടെ വായുവില്ല. ബഹിരാകാശ വാഹനത്തിനകത്ത് അവർക്ക് ശ്വസിക്കാൻ വേണ്ട വായു നിറച്ചു വെച്ചിട്ടുണ്ട്. ചന്ദ്രനിൽ വായുവില്ല. ഇതൊരുപാട് പ്രയാസങ്ങളുണ്ടാക്കും. ഏറ്റവും വലിയ പ്രയാസം ശ്വസനം തന്നെ. ഇതിന് ലളിതമായ പരിഹാരമുണ്ട്. ഓക്സിജൻ സിലിണ്ടർ കൊണ്ടുപോയാൽ മതി. അത് നാം ഈ ചിത്രത്തിൽ കാണുന്നുമുണ്ട്. ഇവിടെ സഞ്ചാരിയുടെ പുറത്ത് കാണുന്ന ആ വെളുത്ത ഭാണ്ഡം ഓക്സിജൻ സിലിണ്ടറാണ്. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാം. പക്ഷേ പരിഹരിക്കാൻ കഴിയാത്ത മറ്റൊരു പ്രശ്നമുണ്ട്. അവിടെ സഞ്ചാരികൾ തമ്മിൽ സംസാരിച്ചാൽ ആ സംസാരം കേൾക്കില്ല. കാരണം ശബ്ദത്തിന് സഞ്ചരിക്കണമെങ്കിൽ ഒരു മാധ്യമം ആവശ്യമാണ്. അത് ഖരവസ്തുവാവാം, ദ്രാവകമാവാം, വാതകമാവാം. ഖരത്തിലൂടെയും ദ്രാവകത്തിലൂടെയും വാതകത്തിലൂടെയും എല്ലാം ശബ്ദം സഞ്ചരിക്കും. ശൂന്യതയിലൂടെ ശബ്ദം സഞ്ചരിക്കില്ല. എങ്കിൽ ആംസ്ട്രോങ്ങും ആൽഡ്രിനും ചന്ദ്രനിൽ തൊട്ടരികിൽ നിന്ന് വിളിച്ചാൽ പോലും അവർക്ക് പരസ്പരം കേൾക്കാൻ കഴിയില്ല. ഈ യാത്രക്കിടയിൽ അവിടെ വെച്ച് അവരെങ്ങനെയാണ് ആശയവിനിമയം നടത്തുക? അതിനുള്ള സംവിധാനം ഒരുക്കിയിട്ട് വേണം യാത്ര. അതിനുള്ള സംവിധാനം അവരുടെ സ്പേസ് സ്യൂട്ടിലുണ്ട്. സ്പേസ് സ്യൂട്ടിൻ്റെ ഹെൽമെറ്റിനകത്ത് വാർത്താവിനിമയ സംവിധാനങ്ങളുണ്ട്. അവർ സംസാരിക്കുന്ന ശബ്ദത്തെ ശൂന്യതയിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന റേഡിയോ തരംഗങ്ങളാക്കി മാറ്റുന്നു ഹെൽമെറ്റിനകത്തുള്ള വാർത്താവിനിമയ സംവിധാനങ്ങൾ. ഈ റേഡിയോ തരംഗങ്ങളെ മറ്റേ ആളുടെ ഹെൽമെറ്റിലുള്ള ആൻറ്റിനയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു.
പക്ഷേ ഇതിനിടയിലും ഒരു റിലേ കേന്ദ്രം ആവശ്യമാണ്. നമുക്കറിയാം, ഭൂമിയിൽ 2 വ്യക്തികൾ തൊട്ടടുത്ത് നിന്നുകൊണ്ട് മൊബൈലിൽ സംസാരിച്ചാൽ പോലും ഒരു മൊബൈലിൽ നിന്ന് മറ്റേ മൊബൈലിലേക്ക് നേരിട്ടല്ല ശബ്ദം എത്തുന്നത്. ഇടയ്ക്ക് ടവർ എന്നൊരു ഏജൻ്റ് ഉണ്ട്. ഇതുപോലെ ചന്ദ്രനിലെ ഈ സഞ്ചാരികൾ പരസ്പരം സംസാരിച്ചാലും അവരുടെ ഹെൽമെറ്റിൻ്റെ ഉള്ളിലുള്ള വാർത്താവിനിമയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആ ആശയവിനിമയം പൂർത്തിയാകുമ്പോഴും അതിനിടയ്ക്ക് ഒരു കണ്ണി ഉണ്ട്. ആ കണ്ണി നിലകൊള്ളുന്നത് അവർക്ക് മടങ്ങാനുള്ള വാഹനമായ കമാൻഡ് മൊഡ്യൂളിനകത്താണ്. അതിനെ നിയന്ത്രിക്കുന്നത് കമാൻഡ് മൊഡ്യൂളിനകത്തുള്ള സഞ്ചാരിയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് രഹസ്യങ്ങളൊന്നും പറയാൻ കഴിയില്ല. രഹസ്യം പറഞ്ഞാൽ മൂന്നാമത്തെ ആൾ, ആ കമാൻഡ് മൊഡ്യൂളിനകത്തുള്ള സഞ്ചാരി അത് കേൾക്കാനിടയാകും. ഇനി ഭൂമിയിൽ നിന്നും സഞ്ചാരികൾക്ക് വല്ല സന്ദേശവും നൽകണമെന്നുണ്ടെങ്കിലോ അതും കമാൻഡ് മൊഡ്യൂൾ വഴി വേണം നൽകാൻ. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ നിന്ന് സഞ്ചാരികളോട് മാത്രമായി സംസാരിക്കുന്ന കാര്യം കമാൻഡ് മൊഡ്യൂളിനകത്തുള്ള സഞ്ചാരിക്കും കേൾക്കാൻ കഴിയും. അതുപോലെ ചന്ദ്രനിലുള്ള സഞ്ചാരികൾ ഭൂമിയിലേക്ക് ഫോൺ വഴി പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും കമാൻഡ് മൊഡ്യൂളിനകത്ത സഞ്ചാരിക്ക് സാധ്യമാകും. ഇത് അപ്പോളോ 11 യാത്രക്കിടയിൽ കൗതുകകരമായ ഒരു സംഭവത്തിന് ഇടയാക്കി. ആംസ്ട്രോങ്ങും ആൽഡ്രിനും ചന്ദ്രൻ്റെ മണ്ണിലൂടെ നടക്കുന്ന കാഴ്ച കൺകുളിർക്കെ കണ്ട് ആവേശഭരിതനായ അന്നത്തെ അമേരിക്കൻ പ്രസിഡൻറ്റ് റിച്ചാർഡ് നിക്സൺ അവരോട് ഫോണിൽ സംസാരിച്ചു. ആംസ്ട്രോങ്ങിൻ്റെയും ആൽഡ്രിൻ്റെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവരെ അനുമോദിച്ചു. ആംസ്ട്രോങ്, ആൽഡ്രിൻ, നിങ്ങളുടെ കാര്യമോർത്ത് നമ്മുടെ രാജ്യം മുഴുവൻ അഭിമാനം കൊള്ളുന്നു എന്ന് അദ്ദേഹം പ്രകീർത്തിച്ചു. ഈ സംസാരം കമാൻഡ് മൊഡ്യൂളിനകത്തിരുന്ന് സഞ്ചാരിയായിരുന്ന മൈക്കിൾ കോളിൻസ് കേൾക്കാനിടയായി. ഒരു നിമിഷം മൈക്കിൾ കോളിൻസിൻ്റെ പേര് പരാമർശിക്കാൻ റിച്ചാർഡ് നിക്സൺ മറന്നുപോയി. അത് മൈക്കിൾ കോളിൻസിന് ചെറിയ നീരസമുണ്ടാക്കി. അദ്ദേഹം ഉടനെ മറുപടിയായി പറഞ്ഞു, 1 ഇൻ ദ കമാൻഡ് മൊഡ്യൂൾ, ഇവിടെ കമാൻഡ് മൊഡ്യൂളിലും ഒരാളുണ്ട് എന്ന്. ഏതായാലും ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാണ്. വാർത്താവിനിമയം പോലും ചന്ദ്രൻ്റെ മണ്ണിൽ നടന്നു നീങ്ങുന്ന ആളുകൾക്ക് വളരെയേറെ പുതുമയുള്ള ഒരനുഭവമാണ്. തൊട്ടടുത്താണെങ്കിൽ പോലും അവർക്ക് പരസ്പരം നേരിട്ട് സംസാരിക്കാൻ കഴിയില്ല. ഇങ്ങനെയുള്ള എല്ലാ പ്രയാസങ്ങളും മറികടക്കാനുള്ള സന്നാഹങ്ങളോടുകൂടിയാണ് മനുഷ്യൻ ഓരോ ചാന്ദ്രയാത്രയും നടത്തിയത്. ഇനി ചന്ദ്രൻ്റെ മണ്ണിലിറങ്ങിയ എഡ്വിൻ ബസ് ആൽഡ്രിൻ അമേരിക്കൻ പതാകയെ സല്യൂട്ട് ചെയ്യുന്ന ഒരു ദൃശ്യമാണിത്. സല്യൂട്ടിന് വേണ്ടി അദ്ദേഹം ഒരുങ്ങുകയാണ്. ഇവിടെ അമേരിക്കൻ പതാക പാറിപ്പറക്കുന്ന ദൃശ്യമാണ് നാം കാണുന്നത്. പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണിത്. വായുവില്ലാത്ത ചന്ദ്രനിൽ എങ്ങനെയാണ് പതാക പറക്കുക? ഈ ചിത്രം സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ നമുക്ക് കാര്യം ബോധ്യമാകും. ഈ പതാക പറക്കുന്നില്ല, മറിച്ച് ഒരു ജനൽ കർട്ടൻ പോലെ ഇത് തൂങ്ങിക്കിടക്കുകയാണ്. എൽ ആകൃതിയിലുണ്ടാക്കിയ ഒരു പ്രത്യേക ഇനം കുടിമരത്തിൽ. അതുകൊണ്ടാണ് പതാകയുടെ മുകൾ ഭാഗം വടി പോലെ നിവർന്നു നിൽക്കുന്നത്. കാറ്റത്ത് പാറുന്ന ഒരു പതാക ഒരിക്കലും മുകൾ ഭാഗം അങ്ങനെ ലെവലായി നിൽക്കുകയില്ല. പിന്നീട് പതാകക്കുള്ള ചുളിവിനുള്ള കാരണം അത് നിർമ്മിച്ച പദാർത്ഥങ്ങളുടെ പ്രത്യേകതയാണ്. മെഷ് എന്ന പദാർത്ഥം കൊണ്ടാണ് പതാക നിർമ്മിച്ചിട്ടുള്ളത്. ചന്ദ്രനിലെ അത്യധികമായ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് മെഷ് ഉപയോഗിച്ച് പതാകയുണ്ടാക്കിയത്. തുണി കൊണ്ടുള്ള പതാകയാണ് കാറ്റത്ത് പാടുമ്പോൾ നിവർന്നു നിൽക്കുക. ഇത് അലൂമിനിയം, നൈലോൺ, ടഫ്ലോൺ എന്നീ പദാർത്ഥങ്ങൾ ചേർത്തുണ്ടാക്കിയ മെഷ് എന്ന പദാർത്ഥം കൊണ്ടാണ് ഈ പതാക നിർമ്മിച്ചിട്ടുള്ളത്. അതാണ് ഈ ചുളിവിന് കാരണം. ചന്ദ്രനിലിറങ്ങിയ സഞ്ചാരികൾ എന്തെല്ലാമാണ് അവിടെ ചെയ്ത പ്രവൃത്തികൾ? ഒട്ടേറെ പരീക്ഷണ ഉപകരണങ്ങൾ അവർ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ സ്ഥാപിച്ചു. അവയിൽപ്പെട്ട ഒരു പ്രധാന ഉപകരണമായിരുന്നു അപ്പോളോ ലൂണാർ റിട്രോ പാക്കേജ്. ലേസർ രശ്മികളുടെ സഹായത്തോടെ ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള അകലം കണ്ടെത്താൻ സഹായിക്കുന്ന ഉപകരണമാണ് അപ്പോളോ ലൂണാർ റിട്രോ പാക്കേജ്. അതുപോലെ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ നിന്നും അവർ അല്പം പാറക്കല്ലുകളും മണ്ണും ശേഖരിച്ചു. അവ ഭൂമിയിൽ കൊണ്ടുവന്നു. അവർ ചന്ദ്രനിൽ ഒരു ഫലകം കൂടി സ്ഥാപിച്ചു. അമേരിക്കൻ പ്രസിഡൻറ്റ് റിച്ചാർഡ് നിക്സണും ഈ സഞ്ചാരികളും പേരെഴുതി ഒപ്പിട്ട ഒരു സന്ദേശ ഫലകം. സമാധാനത്തിൻ്റെ സന്ദേശമായിരുന്നു ആ ഫലകത്തിൽ
രേഖപ്പെടുത്തിയിരുന്നത്. ചന്ദ്രനിലെ പര്യവേക്ഷണം പൂർത്തിയാക്കിയ അവർ ഏതാനും മണിക്കൂറുകൾക്കകം ലൂണാർ മൊഡ്യൂളിൽ കയറുകയും ലൂണാർ മൊഡ്യൂളിൻ്റെ അസെൻറ്റ് സ്റ്റേജിൻ്റെ സഹായത്തോടെ ചന്ദ്രോപരിതലത്തിൽ നിന്ന് കമാൻഡ് മൊഡ്യൂളിനെ ലക്ഷ്യമാക്കി മുകളിലേക്ക് പറക്കുകയും ചെയ്തു. ഇവിടെ ഈ ചിത്രത്തിൽ ദൂരെ ആ നീല നിറത്തിൽ കാണുന്നത് ഭൂമിയാണ്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നാം ചന്ദ്രന് വൃദ്ധിക്ഷയങ്ങൾ കാണുന്നത് പോലെ ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ ഭൂമിക്കും വൃദ്ധിക്ഷയങ്ങൾ കാണും. ഈ ദൃശ്യത്തിൽ നാം കാണുന്നത് അർദ്ധഗോളത്തിൻ്റെ ആകൃതിയിലുള്ള ഭൂമിയെയാണ്. ലൂണാർ മൊഡ്യൂൾ പറന്നുയർന്ന് കമാൻഡ് മൊഡ്യൂളുമായി സന്ധിക്കുന്നു. സഞ്ചാരികൾ കമാൻഡ് മൊഡ്യൂളിലേക്ക് മാറിക്കയറുന്നു. അത് കഴിഞ്ഞ് വാഹനത്തിൻ്റെ ഭാരം കുറക്കാനായി ലൂണാർ മൊഡ്യൂളിനെ വേർപ്പെടുത്തി ചന്ദ്രനിലേക്ക് തന്നെ ഉപേക്ഷിക്കുന്നു. കമാൻഡ് മൊഡ്യൂൾ മാത്രമായി ഭൂമിയിലേക്ക് മടങ്ങുന്നു. അങ്ങനെ മടങ്ങുന്ന കമാൻഡ് മൊഡ്യൂൾ ഭൂമിയുടെ 16 കിലോമീറ്റർ മുകളിലെത്തുമ്പോൾ പാരച്യൂട്ട് നിവർത്തി അതിൻ്റെ ഭാരം ക്രമീകരിക്കുന്നു. അങ്ങനെ ഒരു പാരച്യൂട്ടിൻ്റെ സഹായത്തോടെ അന്തരീക്ഷ വായുവിൽ തത്തിപ്പറന്ന് വളരെ പതുക്കെ ഫ്ലോട്ട് ചെയ്താണ് അത് താഴെ ഇറങ്ങുക. വന്നിറങ്ങുന്നത് കടലിലാണ്. അപ്പോളോ 11 സഞ്ചാരികൾ അങ്ങനെ പസഫിക് സമുദ്രത്തിൽ വന്നിറങ്ങുന്ന ദൃശ്യമാണിത്. കമാൻഡ് മൊഡ്യൂൾ കടലിൽ വന്ന് ഇറങ്ങിയ ഉടനെ ഇതിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനായി കടലിലേക്ക് താഴ്ന്നു പോകാനുള്ള ഒരു വിദൂര സാധ്യത പോലും ഇല്ലാതാക്കാനായി മുങ്ങൽ വിദഗ്ധർ ഹെലികോപ്റ്റർ വഴി വന്ന് കടലിൽ ചാടുകയും കമാൻഡ് മൊഡ്യൂളിന് ചുറ്റും കാറ്റ് നിറച്ച ട്യൂബുകൾ ഉറപ്പിക്കുകയും ചെയ്യുന്നു. ആ ദൃശ്യമാണ് നാം ഈ കാണുന്നത്. ഇനി സഞ്ചാരികളെ രക്ഷിക്കണം. അതിന് ഉപയോഗിക്കുന്നത് ചില പ്രത്യേക ഇനം കൊട്ടകളാണ്. സഞ്ചാരികളെ കൊട്ടയിൽ കയറ്റി ആ കൊട്ട ഹെലികോപ്റ്ററിൻ്റെ മുകളിൽ കെട്ടി ഹെലികോപ്റ്റർ വഴി കപ്പലിൽ കൊണ്ട് ഇറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോളോ 11 സഞ്ചാരികളെ രക്ഷിക്കാൻ വേണ്ടി ഈ തരത്തിൽ ഉപയോഗപ്പെടുത്തിയത് ഹോർണറ്റ് എന്ന കപ്പലായിരുന്നു. സഞ്ചാരികൾ ഈ കപ്പലിൻ്റെ മുകൾ തട്ടിൽ ചെന്നിറങ്ങുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം കമാൻഡ് മൊഡ്യൂളിനെ വീണ്ടെടുക്കുകയും അതിനകത്തുള്ള കൊണ്ടുവന്ന മണ്ണും മറ്റ് സാമഗ്രികളുമൊക്കെ ശേഖരിക്കുകയും ചെയ്യുന്നു. ഇത് കമാൻഡ് മൊഡ്യൂളിനെ കപ്പലിൻ്റെ മേൽത്തട്ടിൽ കൊണ്ടുവന്നിടക്കുന്ന ദൃശ്യമാണ്. ഇനി സഞ്ചാരികൾ പുറത്തു വന്നാൽ അവർ നേരിട്ട് ജനങ്ങളിലേക്ക് തുറന്നു വിടുന്നില്ല. അപ്പോളോ 11, 12, 14 എന്നീ ദൗത്യങ്ങളിൽ ചന്ദ്രനിൽ പോയ സഞ്ചാരികളെ ജനങ്ങളിലേക്ക് തുറന്നു വിട്ടില്ല. അവരെ 2 ആഴ്ചക്കാലം മാറ്റിപ്പാർപ്പിച്ചു. ക്വാറൻറ്റൈൻ എന്നാണ് ഇതിന് പറയുന്ന പേര്. ഇതിനൊരു പ്രത്യേക ലക്ഷ്യമുണ്ടായിരുന്നു. ഒരു അന്യഗോളത്തിൽ പോയി തിരിച്ചു വരുന്നവരാണവർ. ഭൂമിയിലില്ലാത്ത വല്ല പ്രത്യേക ഇനം രോഗാണുക്കളും ഇവരെ ബാധിച്ചിട്ടുണ്ടാകുമോ? ഇതൊക്കെ അറിയേണ്ടതുണ്ട്. ഒരു അന്യഗോള യാത്ര അവരിൽ എന്ത് മാറ്റമാണ് വരുത്തിയത്? ഇത് പഠിക്കേണ്ടതുണ്ട്. ഇതിനു വേണ്ടി അപ്പോളോ 11, 12, 14 എന്നിവയിലെ സഞ്ചാരികളെ ഇതുപോലെ മാറ്റിപ്പാർപ്പിക്കുകയുണ്ടായി, മറ്റാരുമായിട്ടൊരു സമ്പർക്കമില്ലാതെ. അങ്ങനെ മാറ്റിപ്പാർപ്പിക്കപ്പെട്ട സഞ്ചാരികളെ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ അനുമോദിക്കുന്ന ദൃശ്യമാണിത്. അപ്പോളോ 11 ശേഷം അപ്പോളോ 12 ചന്ദ്രനെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു. 1969 നവംബർ 14 പുറപ്പെട്ട അപ്പോളോ 12 ദൗത്യം പൂർത്തിയാക്കി ഭൂമിയിൽ തിരിച്ചെത്തുന്നത് നവംബർ 24 അതിനകത്തുണ്ടായിരുന്ന സഞ്ചാരികളാണ് ചാൾസ് പീറ്റ് കൊർണാഡ്, അലൻ ബീൻ, റിച്ചാർഡ് ഗോർഡാൻ എന്നിവർ. അപ്പോളോ 12 ചന്ദ്രനിലെത്തിയ ആളുകൾക്ക് ഒരു പ്രത്യേക ഇനം സൂര്യഗ്രഹണം ദർശിക്കാനായി. ഭൂനിഴലുണ്ടാക്കുന്ന സൂര്യഗ്രഹണം. ഭൂമിയിൽ നിന്ന് നാം സൂര്യഗ്രഹണം കാണുന്നത് ചന്ദ്രൻ ഭൂമിക്കും സൂര്യനുമിടയിൽ വരുന്നത് കൊണ്ടാണ്. ചന്ദ്രൻ്റെ നിഴലാണ് ഭൂമിയിൽ പതിക്കുക. പക്ഷേ ഇവർക്ക് കാണാൻ കഴിഞ്ഞത് ഭൂനിഴൽ മൂലമുണ്ടാകുന്ന സൂര്യഗ്രഹണമാണ്. ഇത് വളരെ വിചിത്രമായ ഒരു അനുഭവമാണ്. ഇനി മറ്റൊരു കൗതുകം കൂടി ഈ യാത്രക്കുണ്ട്. അപ്പോളോ 12 സഞ്ചാരിയായിരുന്ന ചാൾസ് പീറ്റ് കൊർണാഡ് 1967 നാസ വിക്ഷേപിച്ച ആളില്ലാത്ത വാഹനമായ സർവേയർ 3 അരികിലെത്തി. സർവേയർ 3 സർവേയർ വാഹനങ്ങളൊക്കെ അമേരിക്ക വിക്ഷേപിച്ചത് അപ്പോളോ വാഹനങ്ങൾ എവിടെ ഇറങ്ങണമെന്ന് തീരുമാനിക്കാനായിരുന്നു. അപ്പോളോ വാഹനങ്ങളുടെ ലാൻഡിംഗ് സൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് റേഞ്ചർ, സർവേയർ തുടങ്ങിയ പരമ്പരകളിൽപ്പെട്ട ബഹിരാകാശ വാഹനങ്ങളെ അമേരിക്ക വിക്ഷേപിച്ചത്.
അങ്ങനെ വിക്ഷേപിച്ച സർവേയർ 3 ഇറങ്ങിയ സ്ഥാനത്ത് തന്നെയാണ് അപ്പോളോ 12 ഇറങ്ങുന്നത്. അപ്പോളോ 12 സഞ്ചാരി ചാൾസ് പീറ്റ് കൊർനാഡ് ഇതിൻ്റെ ക്യാമറ അഴിച്ചെടുത്ത് ഭൂമിയിൽ കൊണ്ടുവന്നു. അപ്പോളോ 12 ശേഷം വിക്ഷേപിക്കപ്പെട്ട അപ്പോളോ 13 പരാജയമായിരുന്നു. വിക്ഷേപിക്കപ്പെട്ട് ഒരുപാട് ദൂരം അത് മുന്നോട്ട് പോയി ചന്ദ്രൻ്റെ ആകർഷണ പരിധിയിലെത്തി. പക്ഷെ അപ്പോഴേക്കും ഇതിൻ്റെ ഓക്സിജൻ സിലിണ്ടർ ഒന്ന് തകർന്നു, ഓക്സിജൻ മിസ്സായി. അതുകൊണ്ട് സഞ്ചാരികൾക്ക് ഒരുപക്ഷെ ഭൂമിയിലേക്ക് തിരിച്ചെത്താൻ വേണ്ടത്ര ഓക്സിജൻ ലഭ്യമായില്ലെങ്കിലോ എന്ന് ഭയപ്പെട്ട് സഞ്ചാരികളുടെ ജീവൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് അവരുടെ ചന്ദ്രനിൽ ഇറങ്ങാതെ തിരിച്ചു വരാൻ ആവശ്യപ്പെടുകയായിരുന്നു നാസ. ബഹിരാകാശത്ത് വെച്ച് ഇങ്ങനെ ഒരു അപകടം പിണഞ്ഞപ്പോഴും അവരുടെ ജീവൻ തിരിച്ചു കിട്ടി. അതുകൊണ്ട് ഈ യാത്രയെ അമേരിക്ക എ സക്സസ്ഫുൾ ഫെയിലുവർ അഥവാ വിജയകരമായ ഒരു പരാജയം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോളോ 13 സഞ്ചാരികൾ ജിം ലോവൽ, ഫ്രെഡ് ഹെയ്സ്, ജാക്ക് സ്വൈഗാർ എന്നിവരായിരുന്നു. അപ്പോളോ 14 സഞ്ചാരികളും ചന്ദ്രനിൽ ഇതുപോലെ ഒരു ഫലകം സ്ഥാപിക്കുകയുണ്ടായി. അപ്പോളോ 13 ശേഷം വിക്ഷേപിക്കപ്പെട്ട വാഹനമായിരുന്നു അപ്പോളോ 14. അലൻ ബി ഷെപ്പേർഡ്, എഡ്ഗാർഡ് മിച്ചൽ, സ്റ്റുവർട്ട് റൂസ എന്നിവരായിരുന്നു ഇതിലെ സഞ്ചാരികൾ. അടുത്ത വാഹനമാണ് അപ്പോളോ 15. ഡേവിഡ് സ്കോട്ട്, ജെയിംസ് ഇർവിൻ, ആൽഫ്രഡ് വോഡാൻ എന്നിവരായിരുന്നു ഇതിലെ സഞ്ചാരികൾ. അപ്പോളോ 15, 16, 17 ഈ 3 വാഹനങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ട്. ഇവ ഭൂമിയിൽ നിന്ന് പോയപ്പോൾ തന്നെ ചന്ദ്രൻ്റെ മണ്ണിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ സഹായകമായ ഒരു പ്രത്യേക ഇനം വാഹനവുമായാണ് പോയത്. ലൂണാർ റോവർ എന്ന് പേരിട്ട ബാറ്ററി ഓടുന്ന ഒരു പ്രത്യേക ഇനം ജീപ്പായിരുന്നു അത്. ഈ വാഹനം കൊണ്ടുപോയതിനാൽ അവർക്ക് ചന്ദ്രൻ്റെ മണ്ണിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ സാധിച്ചു. അവർ ചന്ദ്രൻ്റെ മണ്ണിലൂടെ ലൂണാർ റോവറിൽ സഞ്ചരിക്കുന്ന ദൃശ്യമാണ് സ്ക്രീനിൽ കാണുന്നത്. അപ്പോളോ 15 ചാന്ദ്രയാത്രയുടെ ശക്തമായ ഒരു തെളിവ് നമുക്ക് നൽകുന്നുണ്ട്. ചന്ദ്രനിൽ ഗുരുത്വാകർഷണ ശേഷി കുറവാണ്, ഭൂമിയുടെ 6-1. അതുകൊണ്ട് തന്നെ അവിടെ ഒരു വാഹനം ഓടിയാൽ ഭൂമിയേക്കാൾ ശക്തമായി പൊടി ഉയരും, കൂടുതൽ ഉയരത്തിലേക്ക് പൊടി ഉയരും. അതേസമയം ഭൂമിയെപ്പോലെ വായു കണങ്ങളില്ലാത്തതിനാൽ ആ പൊടി വേഗം താഴേക്ക് തന്നെ നിപതിക്കുകയും ചെയ്യും. ഭൂമിയിൽ വാഹനങ്ങളോടി പൊടി പാറിയാൽ അതൊരുപാട് നേരം വായുവിൽ ഫ്ലോട്ട് ചെയ്തു നിൽക്കും. വായു ഇല്ലാത്തതുകൊണ്ട് ചന്ദ്രനിൽ പൊടി ഉയർന്നാലും അത് വളരെ വേഗം താഴേക്ക് തന്നെ പതിക്കും. ആ ദൃശ്യം അപ്പോളോ 15 യാത്രകളുടെ വീഡിയോ ദൃശ്യം നമുക്ക് കാണിച്ചു തരുന്നു. അപ്പോളോ 15 പോയ ആളുകൾ ഓടിച്ച ജീപ്പ് ഉയർത്തിയ പൊടി അത് കൂടുതൽ ഉയരത്തിലേക്ക് ഉയരുന്നതും താഴ്ന്നു പോകുന്നതും ഈ ദൃശ്യങ്ങൾ കാണിക്കുന്ന വീഡിയോകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോളോ 15 മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോളോ 15 സഞ്ചരിച്ചിരുന്ന ഡേവിഡ് സ്കോട്ട് ചന്ദ്രനിൽ വെച്ച് ഒരു പ്രത്യേക പരീക്ഷണം ചെയ്തു. ഗലീലിയോ ഗലീലി പണ്ട് പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം ചന്ദ്രനിൽ വെച്ച് സ്ഥാപിച്ചു. നിർബാധം താഴേക്ക് വീഴുന്ന വസ്തുക്കൾ ഒരേ സമയമാണ് ഭൂമിയിൽ പതിക്കുക എന്ന് ഗലീലിയോ പ്രസ്താവിച്ചിരുന്നു. അത് തെളിയിക്കാനായി അദ്ദേഹം പിസായിലെ ചെരിഞ്ഞ ഗോപുരത്തിൽ പോയി ഒരു വലിയ ഇരുമ്പുകോളവും ഒരു ചെറിയ ഇരുമ്പുകോളവും ഒന്നിച്ച് താഴെയിട്ടു. താഴെ ഇരുമ്പ് പാളികൾ വിരിച്ചിരുന്നു. 2 ഗോളവും താഴെ വീണ് കഴിഞ്ഞ ഉടനെ അദ്ദേഹം ചുറ്റും കൂടി നിന്നിരുന്ന ആളുകളോട് ചോദിച്ചു, നിങ്ങൾ എത്ര ശബ്ദമാണ് കേട്ടത്? എല്ലാവരും പറഞ്ഞു, ഒരു ശബ്ദം മാത്രം. ഗലീലിയോ പറഞ്ഞു, അതിനർത്ഥം 2 ഗോളങ്ങളും ഒരുമിച്ചാണ് താഴെ വീണത് എന്നാണ്. അപ്പോൾ ജനങ്ങൾ ചോദിച്ച ചോദ്യം, നിങ്ങൾ ഒരേ പദാർത്ഥം ഉപയോഗിച്ചാണ് പരീക്ഷണം ആവർത്തിച്ചത്, ഇതിന് പകരം ഒരു ഇരുമ്പുകളവും ഒരു പഞ്ഞിക്കെട്ട് ഉപയോഗിച്ച് ഈ പരീക്ഷണം ഞങ്ങൾക്കൊന്ന് ചെയ്ത് കാണിച്ചു തരുമോ? ഗലീലിയോ പറഞ്ഞു, അത് ഭൂമിയിൽ നിന്ന് സാധ്യമല്ല. കാരണം പഞ്ഞിക്കെട്ടിന് സാന്ദ്രത കുറവായതുകൊണ്ട് വായുവിൻ്റെ പ്രതിരോധം അതിൽ വർദ്ധിക്കും. വായുവില്ലാത്ത ഒരു സ്ഥലം നിങ്ങൾ എനിക്ക് സംജാതമാക്കി തന്നാൽ ഞാൻ ഈ പരീക്ഷണം തെളിയിക്കാം. ഗലീലിയോയുടെ ജീവിതകാലം മുഴുവൻ ശൂന്യമായ ഒരിടം സൃഷ്ടിക്കാൻ നടത്തിയ പരീക്ഷണങ്ങൾ പരാജയപ്പെടുകയായിരുന്നു. ഈ പരീക്ഷണം പിന്നീട് റോബർട്ട് ബോയിൽ എന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ കൃത്രിമമായ ശൂന്യതയുണ്ടാക്കി തെളിയിച്ചിട്ടുണ്ട് ഭൂമിയിൽ വെച്ച്. എന്നാൽ അപ്പോളോ 15 ചന്ദ്രനിലെത്തിയ ഡേവിഡ് സ്കോട്ട് അവിടെ ശൂന്യത ആൾറെഡി ഉണ്ട്
കൃത്രിമമായ ശൂന്യത ഉണ്ടാക്കേണ്ട കാര്യമില്ല. ചന്ദ്രനിൽ വെച്ച് ഒരു ചുറ്റികയും ഒരു തൂവലും ഒന്നിച്ച് താഴേക്കിടുകയും അവ വീഴുന്നതിൻ്റെ ദൃശ്യം വീഡിയോയിൽ പകർത്തുകയും ചെയ്തു. ആ വീഡിയോ സ്ലോ മോഷനിൽ ഓടിച്ചപ്പോൾ വളരെ കൃത്യമായിട്ട് കാണാൻ സാധിച്ചു. തൂവലും ചുറ്റികയും ഒരേ ലെവലിലാണ് താഴേക്ക് വരുന്നത്, ഒരുമിച്ചാണ് ചന്ദ്രൻ്റെ മണ്ണിൽ സ്പർശിക്കുന്നത്. ഗലീലിയോ അന്ന് പ്രഖ്യാപിച്ച ആ തത്വം യഥാർത്ഥത്തിൽ തെളിയിക്കപ്പെടുന്നത് ചന്ദ്രനിൽ വെച്ചാണ്. അപ്പോളോ 15 ശേഷം വിക്ഷേപിക്കപ്പെട്ട അപ്പോളോ 16 പുറപ്പെടുന്നത് 1972 ഏപ്രിൽ 16 ഏപ്രിൽ 27 അത് തിരിച്ചെത്തുകയും ചെയ്തു. ജോൺ യങ്, ചാർലി ഡ്യൂക്ക്, കെൻ മാറ്റിംഗ്ലി എന്നിവരായിരുന്നു അപ്പോളോ 16 സഞ്ചാരികൾ. മനുഷ്യൻ നടത്തിയ ചാന്ദ്രയാത്രകളുടെ ഏറ്റവും അവസാനത്തെ ഇനമായിരുന്നു അപ്പോളോ 17. ഏറ്റവും നീണ്ട കാലം ചന്ദ്രനിൽ മനുഷ്യൻ ചിലവഴിച്ച യാത്ര, അത് 3 ദിവസം, ഭൂമിയിലെ 3 ദിവസത്തിന് സമാനമായ സമയമാണ് ഇതിലെ സഞ്ചാരികൾ ചന്ദ്രനിൽ ചെലവിട്ടത്. 1972 ഡിസംബർ 6 പുറപ്പെട്ട ഈ യാത്ര ദൗത്യം കഴിഞ്ഞ് ഭൂമിയിൽ തിരിച്ചെത്തുന്നത് ഡിസംബർ 19 ഡോക്ടർ ഹാരിസൺ ജാക്ക് സ്മിത്ത്, യുജീൻ സെർനാൻ, റൊണാൾഡ് ഇവാൻസ് എന്നിവരായിരുന്നു അപ്പോളോ 17 സഞ്ചാരികൾ. അവർ ചന്ദ്രനിൽ ഓടിക്കാനുള്ള ജീപ്പ് ഭൂമിയിൽ വെച്ച് ഓടിച്ച് പരിശീലിക്കുന്നതിൻ്റെ ദൃശ്യമാണിത്. അപ്പോളോ 17 ചന്ദ്രനിലെത്തിയ ഡോക്ടർ ഹാരിസൺ സ്മിത്താണ് ചന്ദ്രൻ്റെ മണ്ണിൽ കാല് കുത്തിയ ഏക ശാസ്ത്രജ്ഞൻ. അദ്ദേഹം ഒരു ജിയോളജിസ്റ്റായിരുന്നു, ഭൗമശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം ചന്ദ്രനിലെ ഒരു പാറ പരിശോധിക്കുന്നതിൻ്റെ ദൃശ്യമാണിത്. ചന്ദ്രൻ്റെ മണ്ണിൽ അവസാനം നടന്ന മനുഷ്യൻ എന്ന ഖ്യാതിയുള്ളത് യുജീൻ സെർനാനിനാണ്. ഇദ്ദേഹം ഈ അടുത്ത കാലത്ത് വരെ ജീവിച്ചിരുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഇനിയൊരു മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തുന്നതുവരെ ചന്ദ്രനിൽ അവസാനം നടന്ന മനുഷ്യൻ എന്ന ഖ്യാതി യുജീൻ സെർനാന് തന്നെയായിരിക്കും. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ചാന്ദ്രയാത്രക്കുള്ള തെളിവുകളാണ്. ചാന്ദ്രയാത്രക്കുള്ള ഏറ്റവും ശക്തമായ തെളിവുകൾ അവിടെ നിന്നും കൊണ്ടുവന്ന പാറക്കല്ലുകളും മണ്ണും തന്നെയാണ്. ലോകത്തുള്ള 150-ലധികം വിദേശ രാഷ്ട്രങ്ങൾക്ക് അമേരിക്ക ഇതിൻ്റെ സാമ്പിളുകൾ കൈമാറിയിട്ടുണ്ട്. ഇന്ത്യക്കും ചെറിയൊരു പങ്ക് ലഭിച്ചിട്ടുണ്ട്. ഈ രാഷ്ട്രങ്ങളിലെ ഏറ്റവും പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാർ ഈ മണ്ണിലും പാറയിലുമെല്ലാം വിവിധങ്ങളായ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഗവേഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. ലോകത്തെ പ്രമുഖ ശാസ്ത്രജ്ഞന്മാർ ചാന്ദ്രമണ്ണിൽ നടത്തുന്ന പരീക്ഷണ ഗവേഷണങ്ങളുടെ ചിത്രങ്ങളാണിവ. ഇവരെല്ലാം ഈ മണ്ണ് പരിശോധിച്ച് പറയുന്നു, ഭൂമിയിൽ ഒരിടത്തും ഇത്തരത്തിലുള്ള മണ്ണ് ഇല്ലെന്ന്, കൃത്രിമമായി പോലും ഇത്തരം മണ്ണുണ്ടാക്കാൻ സാധ്യമല്ലെന്നും. ഇനി ചന്ദ്രനിലെ മണ്ണാണെന്ന് എങ്ങനെ പറയും? അതിന് തെളിവ് നൽകുന്നത് സോവിയറ്റ് യൂണിയനാണ്. അപ്പോളോ ദൗത്യങ്ങൾ ആളെ അയച്ച് ചന്ദ്രനിലെ മണ്ണ് കൊണ്ടുവന്നപ്പോൾ ലൂണ 16, 20, 24 എന്നിവ ആളില്ലാതെ തന്നെ ചാന്ദ്രമണ്ണ് ഭൂമിയിലെത്തിച്ച കാര്യം നാം നേരത്തെ മനസ്സിലാക്കി. അവ കൊണ്ടുവന്ന മണ്ണിൻ്റെ സാമ്പിളുകളിൽ നിന്ന് ചില പങ്ക് അമേരിക്കയ്ക്ക് സോവിയറ്റ് യൂണിയൻ അന്ന് നൽകിയിരുന്നു. അമേരിക്ക കൊണ്ടുവന്ന മണ്ണിൻ്റെ സാമ്പിൾ തിരിച്ച് സോവിയറ്റ് യൂണിയനും. ഈ 2 രാഷ്ട്രങ്ങളിലെയും ശാസ്ത്രജ്ഞന്മാർ ഇവ പരിശോധിച്ചിട്ട് ഇവക്കിടയിൽ അസ്വാഭാവികമായി ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. 2 ശാസ്ത്രജ്ഞന്മാരും പറയുന്നത് ഇത് ചന്ദ്രനിലെ മണ്ണാണെന്നാണ്. അമേരിക്കയും സോവിയറ്റ് യൂണിയനും ചാന്ദ്രയാത്രയ്ക്ക് വേണ്ടി കടുത്ത മത്സരം നടത്തുന്ന ആ കാലഘട്ടത്തിലാണ് പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഇനി അടുത്ത കാലത്ത് കിട്ടിയ മറ്റൊരു തെളിവുണ്ട്. 2008 ജപ്പാൻ വിക്ഷേപിച്ച ഒരു ചാന്ദ്ര പര്യവേഷണ വാഹനമുണ്ട്, ആളില്ലാത്ത വാഹനം, കഗുയ. ഈ കഗുയ എടുത്ത ഒരു ചിത്രമാണ് സ്ക്രീനിൽ മുകൾ ഭാഗത്ത് കാണുന്നത്. അപ്പോളോ 15 സഞ്ചാരികൾ എടുത്ത ചിത്രമാണ് താഴെ കാണുന്നത്. ഈ 2 ചിത്രവും വിശകലനം ചെയ്ത വിദഗ്ധരായ ആളുകൾ പറയുന്നത് ഇത് ഒരേ പ്രദേശത്തിൻ്റെ ചിത്രമാണെന്നാണ്. വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്ക എടുത്ത ചിത്രം ഇന്ന് മറ്റൊരു രാജ്യത്തിൻ്റെ മറ്റൊരു വാഹനം വീണ്ടും എടുക്കുകയാണ്. അപ്പോൾ ചാന്ദ്രയാത്ര ഒരു സത്യം തന്നെയായിരുന്നു എന്ന് വേണം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇനി ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമായ ചാന്ദ്രയാൻ 1 ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം.
ചന്ദ്രയാൻ 1 വിക്ഷേപിക്കപ്പെടുന്നത് 2008 ഒക്ടോബർ 28 ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നുമായിരുന്നു ഇതിൻ്റെ വിക്ഷേപണം. വിക്ഷേപണത്തിന് ഉപയോഗിച്ച വാഹനം PSLV C-11 ആയിരുന്നു. 44.4 മീറ്റർ ആയിരുന്നു ഈ റോക്കറ്റിൻ്റെ ഉയരം. റോക്കറ്റിൻ്റെ ഭാരം 316 ടൺ. ഇവിടെ നമ്മളൊരു കാര്യം ആലോചിക്കണം. ചന്ദ്രനിലേക്ക് മനുഷ്യനയക്കാൻ ഉപയോഗിച്ച സാറ്റേൺ 5ൻ്റെ ഭാരം 3200 ടണ്ണായിരുന്നു. നമ്മുടെ ചാന്ദ്രയാനെ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച PSLV C-11ൻ്റെ ഭാരം 316 ടണ്ണും. ആളെ കയറ്റുന്ന വാഹനവും ആളെ കയറ്റാത്ത വാഹനവും തമ്മിലുള്ള വ്യത്യാസമാണ് ഇത് കാണിക്കുന്നത്. ചാന്ദ്രയാൻ്റെ ഭാരം 590 കിലോമീറ്ററാണ്. ഇത് നിത്യവും ശരാശരി 535 ചിത്രങ്ങൾ വീതം എടുക്കുകയും ഭൂമിയിലേക്ക് അയക്കുകയും ചെയ്തു. പ്രവർത്തന കാലയളവിനുള്ളിൽ ഏതാണ്ട് 60,000 ചിത്രങ്ങളാണ് ഇത് എടുത്ത് ഭൂമിയിലേക്ക് അയച്ചു തന്നത്. ചാന്ദ്രയാനകത്ത് മൊത്തം 11 പരീക്ഷണ ഉപകരണങ്ങൾ അഥവാ പേലോഡുകളുണ്ടായിരുന്നു. അവയിൽ 5 എണ്ണം ഇന്ത്യ തന്നെ നിർമ്മിച്ചവയാണ്. 3 എണ്ണം ESA അഥവാ യൂറോപ്യൻ സ്പേസ് ഏജൻസി നിർമ്മിച്ചവ, 2 എണ്ണം നാസ നിർമ്മിച്ചവ, 1 ബൾഗേറിയ നിർമ്മിച്ചത്. ഇങ്ങനെ മൊത്തം 11 പേലോഡുകളുമായാണ് ചാന്ദ്രയാൻ 1 വിക്ഷേപിക്കപ്പെടുന്നത്. ഇന്ത്യ വികസിപ്പിച്ച പേലോഡുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 എണ്ണം നമുക്കൊന്ന് പരിചയപ്പെടാം. അതിലൊന്നാണ് ടെറൈൻ മാപ്പിംഗ് ക്യാമറ, ചന്ദ്രൻ്റെ ഉപരിതലം ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ക്യാമറ. ഈ ക്യാമറ ചന്ദ്രൻ്റെ 200 കിലോമീറ്റർ മുകളിൽ നിന്നെടുത്ത ഒരു 3D ചിത്രമാണിത്. ഒന്ന് ആലോചിക്കുക, ഭൂമിയിൽ നിന്ന് വളരെ ശക്തമായ ക്യാമറകൾ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കാറുണ്ട്. 2-3 കിലോമീറ്റർ അപ്പുറമുള്ള ചിത്രം പോലും കൃത്യമായിട്ട് നമുക്ക് എടുക്കാൻ കഴിയാറില്ല. അതേസമയം 200 കിലോമീറ്റർ മുകളിൽ നിന്നാണ് 3D വ്യൂ നൽകുന്ന ഇത്രയും വലിയൊരു വ്യക്തതയുള്ള ചിത്രം ചാന്ദ്രയാൻ 1 എടുക്കാൻ സാധിച്ചത്. നമ്മൾ ഉണ്ടാക്കിയ ആ ക്യാമറയുടെ ഗുണമേന്മയാണ് ഇത് കാണിക്കുന്നത്. ചന്ദ്രനിലെ പർവ്വത നിരകളെയാണ് ഈ ചിത്രം കാണിക്കുന്നത്. മറ്റൊന്നാണ് മൂൺ ഇമ്പാക്റ്റ് പ്രോബ്. ചന്ദ്രനിലെ ജലസാന്നിധ്യം തിരിച്ചറിയാൻ നമ്മെ സഹായിച്ചത് ഈ ഉപകരണമാണ്. ചാന്ദ്രയാനിൽ അമേരിക്ക സ്ഥാപിച്ച പഠനോപകരണങ്ങളിൽ ഒന്നായിരുന്നു മൂൺ മിനറോളജി മാപ്പർ. അത് എടുത്ത ചിത്രങ്ങൾ വിശകലനം ചെയ്താണ് അമേരിക്ക ചന്ദ്രനിൽ വെള്ളമുണ്ടെന്ന് സ്ഥിരീകരിച്ചത്. അതിനു മുമ്പേ തന്നെ നമ്മുടെ മൂൺ മിനറോളജി മാപ്പർ ഉപയോഗിച്ച് ചന്ദ്രനിലെ ജലസാന്നിധ്യം നാം തിരിച്ചറിഞ്ഞിരുന്നു. പക്ഷേ ഒരു അന്താരാഷ്ട്ര പ്രോട്ടോക്കോൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു ജേണലിലൂടെയൊക്കെ പ്രസിദ്ധീകരിച്ച് ഈ വിവരം പുറത്തറിയിക്കാം എന്ന് വിചാരിക്കുമ്പോഴേക്ക് അമേരിക്ക അവരുടെ മൂൺ മിനറോളജി മാപ്പർ വഴി കണ്ടെത്തിയ വിവരം പുറത്തുവിടുകയായിരുന്നു. ഏതായാലും ഈ 2 ഉപകരണങ്ങളും ചന്ദ്രനിലെ ജലസാന്നിധ്യം കണ്ടെത്താൻ സഹായിക്കുകയുണ്ടായി. മൂൺ ഇമ്പാക്റ്റ് പ്രോബ് 2008 നവംബർ 14 ചന്ദ്രനിൽ ഇടിച്ചിറങ്ങുകയുണ്ടായി. നാം അപ്പോളോ പദ്ധതികളെക്കുറിച്ചും സോവിയറ്റ് യൂണിയൻ്റെ ലൂണ പദ്ധതികളെക്കുറിച്ചും ഇന്ത്യയുടെ ചാന്ദ്രയാനെക്കുറിച്ചുമാണ് ചർച്ച ചെയ്തത്. ഇവയല്ലാതെ മറ്റ് പല പര്യവേക്ഷണ വാഹനങ്ങളും വിവിധ രാജ്യങ്ങളുടേതായി ഉണ്ടായിട്ടുണ്ട്. കൂടുതലും പര്യവേക്ഷണം നടത്തിയത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും തന്നെയാണ്. ഇവ നടത്തിയ പര്യവേക്ഷണങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. ചന്ദ്രൻ്റെ ഏതാണ്ട് 1,00,000 ഉപരിതല സവിശേഷതകൾ രേഖപ്പെടുത്താൻ ഈ പര്യവേക്ഷണങ്ങളിലൂടെ സാധിച്ചിട്ടുണ്ട്. ചന്ദ്രൻ്റെ കൃത്യമായൊരു മാപ്പ്, മൂൺ മാപ്പ് തയ്യാറാക്കാൻ ഈ യാത്രകൾ വഴി സാധിച്ചിട്ടുണ്ട്. അതുപോലെ ചന്ദ്രൻ്റെ മണ്ണിൽ ജലമുണ്ട്. H2O എന്ന രീതിയിലും ഹൈഡ്രോക്സിൽ എന്ന രീതിയിലുമായിട്ട് 10 മുതൽ 100 വരെ ppm എന്ന തോതിൽ, ppm എന്ന് പറഞ്ഞാൽ പാർട്സ് പെർ മില്യൺ, 10 ലക്ഷത്തിൽ എത്ര അംശം എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആ അളവിൽ ജലസാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ ചന്ദ്രൻ്റെ ധ്രുവങ്ങളിലുള്ള ഇരുളടഞ്ഞ ഗർത്തങ്ങളിൽ ഐസ് ശേഖരമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ചന്ദ്രൻ്റെ മണ്ണിൽ റേഡിയോ ആക്റ്റീവ് മൂലകമായ ഹീലിയം-3 വൻതോതിലുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ ആൽമാക്കൊലൈറ്റ് എന്ന ഒരു അപൂർവ ധാതു ചന്ദ്രൻ്റെ മണ്ണിൽ കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. ഓക്സിജൻ, മഗ്നീഷ്യം, ടൈറ്റാനിയം, ഇരുമ്പ്, ബസാൾട്ട്, ഗ്ലാസ് തുടങ്ങിയവ ചന്ദ്രൻ്റെ മണ്ണിലുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മനുഷ്യൻ്റെ ഭാവി ചാന്ദ്ര പര്യവേക്ഷണ പരിപാടികൾ എന്തൊക്കെയാണ്?
അതുകൂടി ചർച്ച ചെയ്ത് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ചന്ദ്രനിൽ സ്ഥിരം താവളങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് മനുഷ്യൻ്റെ ചാന്ദ്ര പര്യവേഷണ പരിപാടിയുടെ ഭാവി ദൗത്യങ്ങളിൽ ഏറ്റവും പ്രധാനം. മറ്റൊന്ന്, ചന്ദ്രനിലെ വിഭവങ്ങൾ ഭൂമിയിലേക്ക് എത്തിക്കുക. നേരത്തെ നാം മനസ്സിലാക്കി, ചന്ദ്രൻ്റെ മണ്ണിൽ ഹീലിയം 3 എന്ന റേഡിയോ ആക്റ്റീവ് മൂലകം ധാരാളമുണ്ട്. ഭൂമിയിലെ ഇന്ധനാവശ്യങ്ങൾ നിറവേറ്റാൻ ഒരുപക്ഷെ നാളെ നമുക്ക് അതിനെ ഭൂമിയിലേക്ക് എത്തിച്ച് സാധിച്ചേക്കാം. അത്തരത്തിലുള്ള ചില ഗവേഷണങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ചന്ദ്രനിൽ പോയ മനുഷ്യൻ്റെ ഇപ്പോഴുള്ള കണ്ണ് ചൊവ്വയിലേക്കാണ്. ഇതുപോലെ അന്യഗോളങ്ങളിലേക്ക് യാത്ര ചെയ്യാനുള്ള ഇടത്താവളമായി ചന്ദ്രനെ ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. അതാണ് ഭാവി പര്യവേഷണ ദൗത്യങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. എന്തുകൊണ്ട് ചന്ദ്രനെ ഇടത്താവളമാക്കണം? നേരത്തെ നാം ബോധ്യപ്പെട്ടൊരു കാര്യമുണ്ട്, ചന്ദ്രനിൽ നിന്ന് ഭാരമുയർത്താൻ പ്രയാസമില്ല. അതുകൊണ്ടാണ് ലൂണാർ മൊഡ്യൂളിൻ്റെ അസെൻഡ് സ്റ്റേജിനെ കാര്യമായ ഒരു സംവിധാനവുമില്ലാതെ ഉയർത്താൻ കഴിഞ്ഞത്. കാരണം ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണ ബലം വളരെ കുറവാണ്, ഭൂമിയുടെ 1/6 ഉള്ളൂ. അപ്പോൾ ഭൂമിയിൽ നിന്ന് പല തവണയായി ചന്ദ്രനിലേക്ക് യാത്ര ചെയ്യുകയും ചന്ദ്രനിൽ വെച്ച് ഒരു വിക്ഷേപണ തറയൊക്കെ ഇവിടെ രൂപീകരിക്കുകയും അവിടെ വെച്ച് അസംബിൾ ചെയ്യുന്ന വാഹനം ഉപയോഗിച്ച് ചന്ദ്രനിൽ നിന്ന് അടുത്ത യാത്ര ആരംഭിക്കുകയും ചെയ്യുകയാണെങ്കിൽ ചൊവ്വ യാത്രയ്ക്കുള്ള സാധ്യത ഭൂമിയിൽ നിന്നുള്ള യാത്രയേക്കാൾ വളരെ കൂടുതലാണ്. ഭൂമിയിൽ നിന്ന് ചൊവ്വയിലേക്ക് പര്യവേക്ഷണ വാഹനങ്ങൾ എടുക്കുന്നത് 6 മുതൽ 7 മാസം വരെ നീണ്ട യാത്രാ സമയമാണ്. അത്രയും നീണ്ട യാത്രയ്ക്ക് അതിനനുസരിച്ച് ഉള്ള യാത്രാ സൗകര്യങ്ങളുള്ള വാഹനം വേണം. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രയ്ക്ക് 1 വർഷത്തിലേറെ സമയമെടുക്കും. ഇത്രയും കാലത്തേക്ക് വേണ്ട വെള്ളം വേണം, ഓക്സിജൻ വേണം, മറ്റ് സൗകര്യങ്ങളൊക്കെ വേണം. അത്രയും വലിയൊരു വാഹനം, ഇവയൊക്കെ ഉൾക്കൊള്ളിക്കുന്നൊരു വാഹനം, അതിനെ വിക്ഷേപിക്കാൻ കരുത്തുറ്റൊരു റോക്കറ്റ്, ഇതൊന്നും ഭൂമിയിൽ ഉണ്ടാക്കാനോ ഭൂമിയിൽ നിന്ന് വിക്ഷേപിക്കാനോ സാധ്യമല്ല. ചന്ദ്രനെ ഒരു ഇടത്താവളമാക്കുകയാണെങ്കിൽ പതുക്കെ പതുക്കെ അതിനുവേണ്ട പാർട്സ് ഭൂമിയിൽ നിന്ന് കൊണ്ടുപോവുകയും ഭൂമിയിൽ വെച്ച് അസംബിൾ ചെയ്യുകയും അവിടെ വെച്ച് ചന്ദ്രനിലേക്ക് ഈ വാഹനത്തെ വിക്ഷേപിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. ഒരു വലിയ ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ അത്രയും വലുപ്പമുള്ള, അസാമാന്യ വലുപ്പമുള്ള, 3000-ലധികം ടൺ ഭാരമുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം എങ്ങനെയാണ് അവിടെ എത്തിയത്? 50-ലധികം തവണ ഭൂമിയിൽ നിന്ന് സ്പേസ് ഷട്ടിലുകൾ വഴി അതിൻ്റെ പാർട്സ് ഇവിടുന്ന് കൊണ്ടുപോയി ബഹിരാകാശത്ത് വെച്ച് അസംബിൾ ചെയ്തെടുത്തതാണ്. ഇതേ രീതിയിൽ ചന്ദ്രനിൽ വെച്ച് വിക്ഷേപണ തറയും വിക്ഷേപണ വാഹനവും റോക്കറ്റുമൊക്കെ അസംബിൾ ചെയ്തെടുക്കുകയാണെങ്കിൽ അവിടെ വെച്ച് ചെറിയൊരു വാഹനത്തെ ഉപയോഗപ്പെടുത്തി തന്നെ, ചെറിയൊരു വിക്ഷേപണ വാഹനത്തെ ഉപയോഗപ്പെടുത്തി തന്നെ ഗുരുത്വാകർഷണ ബല കുറവ് എന്ന അനുകൂല സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തി ചൊവ്വയിലേക്ക് സഞ്ചരിക്കാൻ കഴിയും. ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളോട് കൂടിയുള്ള ഗവേഷണങ്ങളാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും അത് സമീപ ഭാവിയിലൊന്നും സാധ്യമാകുമെന്ന് നമുക്ക് പറയാൻ നിർവാഹമില്ല. കാരണം ഒരു ചാന്ദ്രയാത്രയുടെ പ്രയാസം പോലും എത്രമാത്രം വലുതാണെന്ന് നമുക്ക് അമേരിക്ക പോലും ആ യാത്ര ഇപ്പോൾ ഉപേക്ഷിച്ച സാഹചര്യത്തിൽ തിരിച്ചറിയാം. 6 തവണ ചന്ദ്രനിൽ പോയ അമേരിക്ക ഇപ്പോൾ ചാന്ദ്രയാത്ര നടത്തുന്നില്ല. ആളില്ലാതെ പല വാഹനങ്ങളും ചന്ദ്രനിലെത്തിച്ച, ചന്ദ്രൻ്റെ മണ്ണ് ഭൂമിയിലെത്തിച്ച സോവിയറ്റ് യൂണിയനും ആളെ എത്തിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത്. അപ്പോൾ ചന്ദ്രൻ കഴിഞ്ഞ് 6-7 മാസം കൊണ്ട് എത്താവുന്ന ചൊവ്വയിലേക്ക് മനുഷ്യൻ എത്തുക എന്നത് അടുത്ത ഭാവിയിലൊന്നും സാധ്യമല്ല. എങ്കിലും ഒരു വിദൂര ഭാവിയിൽ അത്തരം സാധ്യത നമുക്ക് പ്രതീക്ഷിക്കാം. For more, subscribe our YouTube channel. Visit our website www.btv.in, like our Facebook page, BTV Malayalam.